മോനെ ദീപു, ആ ബ്രോക്കർ രാജേട്ടൻ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. മോൻ ഇന്നെന്തായാലും ലീവല്ലേ? അമ്മ ഇന്നലെ പറഞ്ഞ പെൺകുട്ടിയെ ഒന്ന് പോയി കാണ്. അമ്മ അയാൾക്ക് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് അയാൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. മോൻ എതിരൊന്നും പറയരുത്. ഡോക്ടറായിരുന്ന ദീപക് രാവിലെ തന്നെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് അമ്മ വന്ന് ഈ കാര്യം പറഞ്ഞത്. അത് കേട്ടപാടെ ദീപക് ലാപ്ടോപ്പ് അടച്ചുവെച്ച് അമ്മയെ നോക്കി. എന്താ അമ്മേ ഇത്ര ധൃതി? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സാവധാനം നോക്കാം, സമയം ഇനിയും ഒരുപാടുണ്ടല്ലോ. ഞാനിപ്പോ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ അമ്മേ. കുറച്ചു കാലം കൂടി ജോലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഒന്ന് സെറ്റിലാവട്ടെ, എന്നിട്ട് അമ്മയുടെ ആഗ്രഹം പോലെ എന്താണെന്ന് വെച്ചാലാവാം. ദീപക് പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മയുടെ മുഖമാകെ മാറിയിട്ടുണ്ടായിരുന്നു. അമ്മ അവനോട് മറുപടി ഒന്നും പറയാതെ പെട്ടെന്ന് മുഖം താഴ്ത്തി. താൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ദീപക്കിന് മനസ്സിലാവുകയും ചെയ്തു. അവൻ അപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നെണീറ്റ് അമ്മയ്ക്കരികിലേക്ക് ചെന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് എനിക്കറിയാം. അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയ്ക്കൊരു മരുമോളെ തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലിയിൽ കയറിയിട്ട് വളരെ കുറച്ചായിട്ടല്ലേ ഉള്ളൂ. കുറച്ചു കാലം കൂടെ ഇങ്ങനെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാനാ തോന്നുന്നത്. കല്യാണം എന്നൊരു കാര്യമൊന്നും മനസ്സിൽ വരുന്നില്ല അമ്മേ. ദീപക് പറയുമ്പോഴേക്കും അമ്മയുടെ കണ്ണു നിറഞ്ഞിരുന്നു. ദേ അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങിയോ? അത് കണ്ടപ്പോൾ അവൻ അമ്മയുടെ മുഖം പിടിച്ച് മെല്ലെ ഒന്ന് അവന്റെ മുഖത്തോട് ചേർത്തുയർത്തി. ഷടാ, അപ്പോഴേക്കും കരഞ്ഞോ? അവൻ അമ്മയെ നോക്കി. മോനെ, നിന്റെ ജാതകം നോക്കിയപ്പോൾ ജോത്സ്യൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഈ വരുന്ന കുംഭത്തിനു മുമ്പ് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 8-9 വർഷത്തേക്ക് കല്യാണത്തിനുള്ള യോഗമേ കാണുന്നില്ല എന്നാ പറഞ്ഞത്. എത്ര കാലമായടാ നീയും അമ്മയും തനിച്ചായിട്ട്? നിന്റെ അച്ഛൻ പോയിട്ടതാ അടുത്ത മാസം 20 വർഷം തികയുന്നു. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. കണക്ക് പറയാനൊന്നും ഞാനില്ല. എങ്കിലും നീയും ഞാനും തനിച്ചായി പോയിട്ട് 20 വർഷമായി മോനെ. വീടിന്റെ ആധാരം പണയപ്പെടുത്തിയതും നിന്നെ മെഡിസിന് പഠിപ്പിച്ചതുമെല്ലാം നീ ഒരു നല്ല നിലയിൽ എത്തിക്കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ്. അച്ഛൻ ആഗ്രഹിച്ച പോലെ, നീ ആഗ്രഹിച്ച പോലെ ഇപ്പൊ നീ നല്ലൊരു ജോലി നേടുകയും ചെയ്തു. അപ്പോഴും അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം നിന്റെ കുട്ടി ഒരു കല്യാണം കഴിഞ്ഞ് കുടുംബവും കുട്ടികളും ഒക്കെയായി കാണണമെന്നുള്ളതാണ്. അമ്മയും നീയും ഒറ്റയ്ക്കല്ലടാ ഇവിടെ. നീ രാജേട്ടൻ പറയുന്ന ആലോചന ഒന്ന് പോയി കാണ്. നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. ഒന്ന് പോയി കണ്ടൂടടാ മോനെ ദീപു. തുളുമ്പി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അമ്മ ചോദിച്ചപ്പോൾ ദീപക് എന്തോ ആലോചനയിലായിരുന്നു. ശരിയാണ്, കുറെ ദിവസമായി അമ്മ ഇതും പറഞ്ഞു കൂടിയിട്ട്. അച്ഛൻ മരിച്ച ശേഷം തന്നെ വളർത്താൻ അമ്മ ഒരുപാട് പാടുപെട്ടതാണ്. അമ്മയുടെ സ്വപ്നമാണ് അമ്മ പറയുന്നത്. വെറുതെ വിഷമിപ്പിക്കണ്ട, ഒന്ന് പോയി കണ്ടേക്കാം, അവൻ മനസ്സിൽ വിചാരിച്ചു. ശരി അമ്മ, എന്നാ രാജേട്ടനോട് ചെന്ന് വൈകിട്ട് പോകാമെന്ന് പറ. ഇവിടുന്ന് കാറെടുത്തു പോകാലോ. ഞാൻ പോയി കണ്ടോളാം. ഇനി അതിന്റെ പേരിൽ എന്റെ അമ്മക്കുട്ടി കരയണ്ട. ദീപക് പറഞ്ഞു തീരുമ്പോഴേക്കും അമ്മയുടെ മുഖത്ത് ചിരി പടർന്നിരുന്നു. ഒരു പാവം സ്ത്രീയായിരുന്നു ദീപകിന്റെ അമ്മ. ഭർത്താവ് മരിച്ച ശേഷം മറ്റൊരു വിവാഹത്തിന് പലരും പറഞ്ഞെങ്കിലും അതിനൊന്നും നിൽക്കാതെ, മറ്റൊരു വിവാഹത്തിൽ ആശ്രയിക്കാതെ താൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ ആരുടെയും സഹായമില്ലാതെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ഇനി ആകെയുള്ള ഒരാഗ്രഹം അവന്റെ കല്യാണം നടന്ന് കാണണമെന്നും അവന്റെ കുഞ്ഞുങ്ങളെ കാണണമെന്നുമുള്ളതാണ്. അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് ദീപക്കിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞാലും അമ്മയുടെ കണ്ണ് നിറഞ്ഞു കണ്ടാൽ അനുസരിക്കാതിരിക്കാൻ അവനും കഴിയില്ല. എന്നാ ഞാൻ രാജേട്ടനോട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്താൻ പറയാം. ഇവിടുന്ന് 1/2 മണിക്കൂർ അധികമുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും 4 മണി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പോയി കണ്ടിട്ട് പോരാലോ. നീ വാ, അമ്മ ചായ എടുത്തു വെക്കാം. ദീപകിന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെയാണ് അമ്മ അത് പറഞ്ഞത്. എന്നാ നടന്നേ. എനിക്ക് പെണ്ണിനെയും കൊണ്ടുവന്ന ബ്രോക്കറെ പുറത്തു നിർത്തി അധികം മുഷിപ്പിക്കേണ്ട. ദീപക് അമ്മയുടെ തോളിൽ പിടിച്ച് പുറകിൽ നിന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു. ശേഷം ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അവനും അമ്മയ്ക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അമ്മ പറഞ്ഞ പോലെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രോക്കർ രാജേട്ടൻ ദീപകിന്റെ വീട്ടിലെത്തി. ആ രാജേട്ടനോ? ഇറങ്ങാൻ രാജേട്ടാ. കോളിംഗ് ബെല്ല് കേട്ടതും ദീപക്കാണ് ചെന്ന് വാതിൽ തുറന്നത്. നീല ഷർട്ടും ഒരു ജീൻസുമെല്ലാം ഇട്ട് കയ്യിൽ കറുത്ത സ്റ്റാപ്പിന്റെ വാച്ച് കെട്ടി കാഴ്ചയിൽ തന്നെ സുന്ദരനായിരുന്നു ദീപക്. ഒരുങ്ങി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ബ്രോക്കർ രാജേട്ടൻ വരെ ഒരു നിമിഷം അവനെ നോക്കിപ്പോയി. കാഴ്ചയിൽ ചെറിയ പയ്യനായിരുന്നെങ്കിലും വളരെ പക്വതയുള്ള സ്വഭാവവും വിനയവും ഒക്കെ ഉണ്ടായിരുന്നു ദീപകിന്. ഇറങ്ങാ സാറേ. രാജേട്ടൻ അവനെ നോക്കി തലയാട്ടി. ഞാൻ എന്നാ കാറിന്റെ കീ എടുത്തിട്ട് വരാം. രാജേട്ടൻ അകത്തേക്ക് കയറുന്നോ? ദീപക് അയാളോട് ചോദിച്ചു. ഇല്ല കുഞ്ഞെ, ഇനി വൈകിക്കണ്ട, അയാൾ പറഞ്ഞു. അല്ല, ഇതുവരെ വന്നിട്ട് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അമ്മേ, രാജേട്ടൻ വന്നിട്ടുണ്ട്. ദീപക് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. രാജേട്ടൻ കയറൂന്നേ, ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ദീപക് വീണ്ടും പറഞ്ഞു. അയ്യോ വേണ്ട കുഞ്ഞെ, നമ്മൾ എന്തായാലും ഒരു വഴിക്ക് പോവുകയല്ലേ. ചായയും കാപ്പിയും ഒക്കെ അവിടെ നിന്നാവാലോ.
അയാൾ അത് പറഞ്ഞപ്പോൾ ദീപക് അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടെത്തിയിരുന്നു. അമ്മ അയാളോട് സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും പേഴ്സും കാറിന്റെ കീയുമെല്ലാം എടുത്ത് ദീപക്കും അങ്ങോട്ടെത്തി. എന്നാൽ ഇറങ്ങാം, അവൻ അയാളോട് ചോദിച്ചു. ശരി സാറേ, ഇറങ്ങാം, അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മേ, പോയിട്ട് വരാം, അവൻ അമ്മയോട് പറഞ്ഞു. ശരി മോനെ, പോയി വാ. അമ്മ അവനെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. ഹുണ്ടായിയുടെ കറുപ്പ് കളറിലുള്ള തിളങ്ങുന്ന പുതിയ ക്രെറ്റ കാറായിരുന്നു ദീപകിന്റേത്. അവൻ മുറ്റത്തു നിന്ന് ആ കാറിലേക്ക് കയറുമ്പോൾ തന്നെ അവനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. അവൻ കാറിൽ കയറി രാജേട്ടന് ഡോർ തുറന്നുകൊടുത്തു. അയാളും അവനും കാറിൽ കയറി. കാർ പുറത്തേക്ക് കടക്കുമ്പോൾ ദീപക് അമ്മയ്ക്ക് ടാറ്റ കാണിച്ചു. അമ്മ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അവനെ നോക്കി സ്നേഹത്തോടെ കൈ കാണിച്ചു. അവന്റെ കാർ പോയി കഴിഞ്ഞപ്പോൾ അവർ ഗേറ്റ് അടച്ചു. അവന് കുട്ടിയെ ഇഷ്ടപ്പെടണേ ദൈവമേ, അതുമാത്രമേ അവരുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. രാജേട്ടാ, പെണ്ണ് കാണാൻ പോവാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇന്ന് കാണാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെ? ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കൊണ്ട് അതിന്റെ ഒരു ചമ്മലുണ്ട്. ഡ്രൈവിംഗിനിടയിൽ മുൻസീറ്റിൽ ഇരിക്കുന്ന ബ്രോക്കർ രാജനെ നോക്കി ദീപക് പറഞ്ഞു. നല്ല ബന്ധമാ സാറേ, നല്ല കാശുള്ള കൂട്ടരാണ്. സാറിന് എന്തായാലും ചേരും. നല്ലതല്ലാതെ ഞാൻ സാറിനെ പോലെ ഒരാൾക്ക് കാണിച്ചു തരില്ലല്ലോ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയ്ക്ക് കാശുകാരൊന്നും വേണമെന്നില്ലെന്നേ, എനിക്കൊരു സാധാ കുട്ടിയായാൽ മതി. അത് പറയുമ്പോൾ ദീപകിന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അല്ല സാറേ, സാറിന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോൾ നല്ലത് തന്നെ വേണ്ടേ, അതുകൊണ്ടാ ഞാൻ, അയാൾ പറഞ്ഞു. ദീപക് അപ്പോൾ അയാളെ നോക്കി ചിരിച്ചു. നിലയും വിലയും ഒക്കെ ഇപ്പോ ഉണ്ട്, പക്ഷേ അതൊന്നുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതുണ്ടായത് തന്നെ എന്റെ അമ്മയ്ക്ക് കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും ദൈവം നൽകിയത് കൊണ്ട് മാത്രമുണ്ടായതാണ് ഇന്ന് കാണുന്ന നിലയും വിലയും. ഒരു പക്ഷേ അച്ഛൻ മരിച്ച് ഒരു തുണയില്ലാതെ ഒറ്റയ്ക്കായി പോയപ്പോൾ എന്നെ വളർത്തണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും അമ്മ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ എന്ന് തോന്നിയപ്പോൾ ഉണ്ടായി വന്ന ധൈര്യമായിരിക്കാം. അല്ലെങ്കിൽ ദൈവമായിട്ട് എന്റെ അമ്മയുടെ ദയനീയാവസ്ഥയും സങ്കടവും കണ്ട് പകർന്നു കൊടുത്ത ധൈര്യമായിരിക്കാം. അമ്മാവന്മാരും ബന്ധുക്കാരുമെല്ലാം അമ്മയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ പുതുതായി വരുന്ന ആള് മോനെ സ്നേഹിച്ചില്ലെങ്കിലോ എന്ന പേടി കാരണമാ അമ്മ സമ്മതിക്കാതിരുന്നത്. പിന്നെ എല്ലാവർക്കും അമ്മയും ഞാനും ഒരു ഭാരമായി കണ്ടപ്പോൾ ആരുടെയും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ നിൽക്കാതെ, ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ അമ്മയെ കൊണ്ടാകുന്ന തയ്യലും ട്യൂഷനും ക്ലീനിങ്ങും ഒക്കെ ചെയ്താ എന്നെ വളർത്തിയത്. അതുകൊണ്ട് എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ. ചുണ്ടിൽ ചിരി പടർത്തിയാണ് ദീപക് അത് പറയുന്നതെങ്കിലും അവന്റെ ഉള്ളിലെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് രാജേട്ടന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അറിയാം സാറേ, കാര്യങ്ങളെല്ലാം അറിയാം. സാറിന്റെ അമ്മ എത്രയോ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്. അമ്മ മാത്രമല്ല, വരാൻ പോകുന്ന പെൺകുട്ടിയും. അയാൾ അവനെ നോക്കി ഏറെ ബഹുമാനത്തോടെയാണ് അത് പറഞ്ഞത്. അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലാക്കുന്ന ഈ കാലത്ത് അമ്മയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ആൺമക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ? സാർ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, സാറിന്റെ അമ്മയുടെ കഷ്ടപ്പാടൊന്നും വെറുതെ ആയില്ലെന്ന് എനിക്ക് സാറിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അയാൾക്കത് പറയുമ്പോൾ ദീപക്കിനോടുള്ള ബഹുമാനം ഒന്നുകൂടി കൂടുകയായിരുന്നു. അവൻ മറുപടി ഒന്നും പറയാതെ അയാളെ നോക്കി ചിരിച്ചു. മെയിൻ റോഡ് കഴിഞ്ഞ് അവരുടെ കാർ അല്പദൂരം മുന്നോട്ട് നീങ്ങി. ദേ സാറേ, ഇവിടുന്ന് 3ാമത്തെ വീടാണ്. അവരുടെ കാർ മെയിൻ റോഡിനോടടുത്തുള്ള VIP ഏരിയയിലേക്ക് കടന്നതും ബ്രോക്കർ രാജൻ മുൻപിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ദീപക്കിനോട് പറഞ്ഞു. ദീപക് അപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം ആ വലിയ വീടിന്റെ ഗേറ്റിന് മുൻപിലായി ചെന്ന് കാർ നിർത്തി. ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് അവന് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഇറങ്ങി തുറക്കാം സാറേ, രാജേട്ടൻ അപ്പോൾ ദീപക്കിനോട് പറഞ്ഞു. ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു, ഹോൺ അടിച്ചു നോക്കാം. ദീപക് കാറിൽ നിന്ന് 2-3 തവണ ഉച്ചത്തിൽ ഹോണടിച്ചു. ഗേറ്റ് ആരും തുറക്കാത്തത് കണ്ടപ്പോൾ അവൻ ഒന്ന് കാറിൽ നിന്ന് തല ഉയർത്തി വീടിന്റെ ഉമ്മറത്തേക്ക് നോക്കി. അപ്പോളാണ് കറുപ്പ് നിറത്തിലുള്ള പാവാടയും ബ്ലൗസും ഇട്ട ഒരു സുന്ദരിയായ പെൺകുട്ടി മുട്ടോളം എത്തുന്ന അവളുടെ നീളൻ മുടി മാടിക്കെട്ടിക്കൊണ്ട് ഗേറ്റ് തുറക്കാനായി അവിടെ നിന്നും ഓടി വരുന്നത് ദീപക് കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവന്റെ കണ്ണൊന്ന് അവളിൽ പതിഞ്ഞുപോയി. അതിനു മാത്രം വലിയ ഭംഗിയൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ. എങ്കിലും ദീപകിന്റെ മനസ്സിൽ പതിയാനുള്ള എന്തോ ഒരു ആകർഷണീയത അവൾക്കുണ്ടായിരുന്നു. ദീപകിന്റെ ശ്രദ്ധ ഒരു നിമിഷം അവളിലേക്കായി. അവൾ ഓടി വരുന്നത് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ആ പെൺകുട്ടി ഗേറ്റിനടുത്ത് എത്തിയപ്പോഴാണ് അവളുടെ ദേഹത്താകെ അഴുക്ക് പുരണ്ടിരിക്കുന്നത് ദീപകിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നോട്ടത്തിൽ അടുത്തുനിന്ന് കണ്ടാൽ ആ വീട്ടിലെ ജോലിക്കാരിയാണെന്നേ ആരും പറയൂ, അവൻ മനസ്സിൽ വിചാരിച്ചു. അവൾ ആ വലിയ ഗേറ്റ് വലിച്ചു തുറക്കുമ്പോഴൊക്കെയും ദീപകിന്റെ ശ്രദ്ധ അവളുടെ മുഖത്തായിരുന്നു. ഗേറ്റ് തുറന്നുകൊടുത്ത അവൾ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ അലക്ഷ്യമായ മുഖഭാവത്തോടെ തിരിഞ്ഞ് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു പോകുന്നത് ദീപക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിനകത്ത് നിന്ന് പെണ്ണിന്റെ അച്ഛൻ അങ്ങോട്ടെത്തി അവരോട് വീട്ടിലേക്ക് കയറാമെന്ന് പറഞ്ഞത്.
ശരിയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ ബ്രോക്കർ രാജേട്ടനൊപ്പം ആ വീട്ടിലേക്ക് കയറി. അകത്തേക്ക് കയറിയിരിക്കുമ്പോഴേക്കും പെൺകുട്ടിയുടെ അമ്മയും അങ്ങോട്ടെത്തി. ഇരിക്കൂട്ടോ, അവർ സ്നേഹത്തോടെ ദീപക്കിനോട് പറഞ്ഞു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡ്യൂട്ടി കാണില്ലല്ലോ അല്ലേ? പെണ്ണിന്റെ അച്ഛൻ അപ്പോൾ ദീപക്കിനോട് ചോദിച്ചു. ഡ്യൂട്ടി ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, ഇന്നെന്തായാലും ഇല്ലായിരുന്നു. ദീപക്കും അവരും തമ്മിൽ അല്പനേരം സംസാരിച്ചു. ദീപക്കിന്റെ മനസ്സിൽ അപ്പോഴും ഗേറ്റ് തുറന്നു തന്ന ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. എന്നാ മോളെ വിളിക്കാമല്ലേ? പെണ്ണിന്റെ അച്ഛൻ ദീപക്കിനോട് പറഞ്ഞു. ദീപക് അപ്പോൾ ഒന്ന് ചിരിച്ചു. വെള്ളയും ചുവപ്പും ചുരിദാർ ധരിച്ച വെളുത്തു മെലിഞ്ഞൊരു പെൺകുട്ടി കയ്യിൽ ചായ ഗ്ലാസുമായി അപ്പോൾ അങ്ങോട്ടേക്കെത്തി. സോഫയിൽ ഇരിക്കുകയായിരുന്ന ദീപക് ഒന്ന് തല ഉയർത്തി അവളെ നോക്കി. കാഴ്ചയിൽ സുന്ദരിയാണ്, പറയാൻ തെറ്റില്ലാത്ത അത്യാവശ്യം നല്ലൊരു പെൺകുട്ടി. ചിരിച്ചുകൊണ്ട് ആ കുട്ടി ദീപക്കിനും രാജേട്ടനും ചായ കൊടുത്തു. ദീപക്കും ഒന്ന് അവളോട് തിരിച്ചു ചിരിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പെണ്ണിന്റെ അച്ഛൻ ദീപക്കിനോട് പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കെല്ലാം അവന്റെ മനസ്സിലേക്ക് ഗേറ്റ് തുറന്ന ആ പെൺകുട്ടിയുടെ മുഖം ഓടി വരുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ? ഇന്നുവരെ ഇല്ലാത്തതാണല്ലോ. ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മറക്കുമെന്നല്ലാതെ മനസ്സിൽ ഇങ്ങനെ പതിയാറില്ല. അവൻ അവന്റെ ചിന്തകളെ മാറ്റാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് രണ്ടാൾക്കും പേഴ്സണലായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോളൂട്ടോ, പെണ്ണിന്റെ അച്ഛൻ ദീപക്കിനോട് പറഞ്ഞു. ഏയ്, അങ്ങനെ പേഴ്സണൽ ആയിട്ടൊന്നുമില്ല. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ അല്ലേ ഇപ്പോൾ? ദീപക് ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ചായ കുടിയും അല്പനേരം മറ്റു സംസാരങ്ങളും ഒക്കെ കഴിഞ്ഞ് ദീപക്കും രാജേട്ടനും അവിടെ നിന്ന് ഇറങ്ങാനായി എണീറ്റു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ജാതകമൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പെണ്ണിന്റെ അച്ഛൻ ദീപക്കിനോട് പറഞ്ഞു. അവർക്ക് ദീപക്കിനെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ശരി, എന്നാൽ ഇറങ്ങട്ടെ. ദീപക്കും രാജേട്ടനും അവരോട് യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി. അവർ നടന്ന് കാറിനടുത്തെത്തി. പെട്ടെന്നെന്തോ ശബ്ദം കേട്ട് ദീപക് തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ ഗേറ്റ് തുറന്ന പെൺകുട്ടി ദേ വീടിന്റെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പശുവിനെ കുളിപ്പിക്കുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്യുമോ? അത് കണ്ടപ്പോൾ ദീപക്കിന് ചെറിയൊരു കൗതുകമായി. ഏതാ പെൺകുട്ടി? അതിവിടുത്തെ ജോലിക്കാരിയാണോ? കാറിന്റെ ഡോർ തുറക്കുന്നതിനിടയിൽ ദീപക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് രാജേട്ടനോട് ചോദിച്ചു. ഏത് പെൺകുട്ടി? സാർ ആരുടെ കാര്യമാ ചോദിച്ചത്? ദാ അവിടെ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കാര്യമാ ഞാൻ ചോദിച്ചത്. നമ്മൾ വരുമ്പോൾ ഗേറ്റ് തുറന്നു തന്നില്ലേ, ആ പെൺകുട്ടി, ദീപക് പറഞ്ഞു. ദീപക് പറയുന്നത് കേട്ടപ്പോൾ രാജേട്ടൻ ഒന്ന് തിരിഞ്ഞ് ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി. ഓ, ആ കുട്ടിയാണോ? അത് ഈ വീട്ടിലെ കുട്ടി തന്നെയാണ്. കണ്ടാൽ ജോലിക്കാരിയാണെന്ന് തോന്നും. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ വന്നേ, വണ്ടി എടുക്കാം, നമുക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാമല്ലേ? ഓ ശരി, കയറിക്കോളൂ എന്ന് പറഞ്ഞ് ദീപക്കും രാജേട്ടനും കാറിൽ കയറി അവിടെ നിന്നും യാത്രയായി. ഡ്രൈവിംഗിനിടയിൽ ഒരു നിമിഷം അവന്റെ ചിന്തകൾ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ എത്തി. അപ്പോൾ അവൻ വീണ്ടും രാജേട്ടനോട് ചോദിച്ചു. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ രാജേട്ടാ, ആ പെൺകുട്ടി അതാ വീട്ടിലെ ആരാണ്? അവളെ കണ്ടാൽ ഒരു ജോലിക്കാരിയെ പോലെ തോന്നുന്നല്ലോ. ഓ അതോ? അതിപ്പോ ജോലിക്കാരിയാണോ എന്ന് ചോദിച്ചാൽ ജോലിക്കാരിയെ പോലെ തന്നെയാണ് അതവിടെ കഴിയുന്നത്. ഒരു പാവമാണ്, അധികമൊന്നും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. സാറ് കാണാൻ വന്ന കുട്ടിയുടെ അച്ഛന്റെ പെങ്ങളുടെ മകളാണ്. ആ പെൺകുട്ടി ഈ വീട്ടിലാണ് താമസം. ആ കുട്ടിക്ക് ആരുമില്ല. അതിന്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ അച്ഛൻ കടം കയറി നാട് വിട്ടു. അതിനുശേഷം അവളുടെ അമ്മ മരിച്ചു. അങ്ങനെ ആരോരുമില്ലാതെ ആയ ആ കുട്ടിയെ അതിന്റെ അമ്മാവന്റെ വീട്ടുകാർ കൊണ്ടുവന്ന് വളർത്തുകയായിരുന്നു. സാറിനെ പോലുള്ളവരെ ഇവിടെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോഴൊക്കെ ആ പെൺകുട്ടിയെ കാണാറുണ്ട്. ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളതുപോലെയാണ് ആ കുട്ടിയുടെ മുഖം എപ്പോഴും. ആരുമില്ലാത്തതിന്റെ ആവും ചിലപ്പോൾ. സാറിപ്പോ കാണാൻ വന്ന പെൺകുട്ടിയുടെ തുണയാണത്. അതിനെപ്പറ്റി കൂടുതലായൊന്നും എനിക്കറിയില്ല. ആദ്യമൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ വീട്ടുകാരോട്. അവർക്കൊന്നും അതിനെപ്പറ്റി പറയാൻ വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ചോദിക്കാറില്ല. രാജേട്ടൻ ദീപക്കിനോട് പറഞ്ഞു നിർത്തി. ദീപക്കിനെന്തോ രാജേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ അവളോട് വല്ലാത്ത സഹതാപം തോന്നി. അന്ന് അവിടെ നിന്നും വീട്ടിലെത്തി. വീട്ടിൽ കയറുമ്പോഴേക്കും അമ്മയുടെ ചോദ്യം വന്നിരുന്നു. മോനെ, കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? കുട്ടി അമ്മ ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ കാണാൻ പോയ കുട്ടി എങ്ങനെയുണ്ടായിരുന്നു എന്ന ചിന്ത ദീപക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ശരിക്കു പറഞ്ഞാൽ അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നു പോലുമില്ല. എന്തായി, നിനക്ക് ഇഷ്ടായോ മോനെ? ഇഷ്ടായിച്ചാ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ നോക്കാലോ, അമ്മ അവനോട് പറഞ്ഞു. അമ്മയോട് എന്തു പറയണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകും. ദീപക് എന്തോ ഒന്ന് ആലോചിച്ചു. എന്താ മോനെ ആലോചിക്കുന്നത്? കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ അവനോട് വീണ്ടും ചോദിച്ചു. അതമ്മേ, ആദ്യമായിട്ടെന്ന് പോയല്ലേ ഉള്ളൂ. കുട്ടി കൊള്ളാം, കുറ്റം പറയാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയില്ല. കുടുംബമൊന്നും തരക്കേടില്ല. എന്നാലും നമുക്ക് തൽക്കാലം അവരോട് മറുപടി ഒന്നും പറയണ്ട. അമ്മയെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. നമുക്ക് മറ്റേതെങ്കിലും കൂടെ ഒന്ന് കണ്ടു നോക്കാം.
ദീപക് ശാന്തമായി പറഞ്ഞപ്പോൾ അമ്മ അവനെ തന്നെ നോക്കുകയായിരുന്നു. അമ്മയ്ക്ക് വിഷമമായോ? അവൻ അമ്മയോട് ചോദിച്ചു. ഇല്ലടാ, നിന്റെ ജീവിതമാണ്. നിനക്ക് മനസ്സിന് പിടിച്ചില്ലെങ്കിൽ എനിക്കെന്താ കുഴപ്പം? നമുക്ക് വേറെയും നോക്കാലോ. അമ്മ അത് പറഞ്ഞപ്പോൾ ദീപകിന് അല്പം ആശ്വാസം വീണു. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവന് മനസ്സിന് ഇഷ്ടപ്പെട്ട് കാണില്ല, നിർബന്ധിച്ചടിച്ചേൽപ്പിക്കണ്ട, അവന്റെ ജീവിതമല്ലേ. എന്തായാലും അവൻ പെണ്ണ് കാണാൻ പോയല്ലോ. അവൻ ഇഷ്ടപ്പെടുന്ന കുട്ടി ഏതാന്ന് വെച്ചാൽ അത് നടക്കട്ടെ ദൈവമേ. അമ്മയുടെ മനസ്സിൽ ആശ്വാസം തോന്നി. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ദീപകിന്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖമുണ്ടായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നവൻ ഒരുപാട് ആലോചിച്ചു. ഇതെന്താ ഇങ്ങനെ? ഏതോ ഒരു പെൺകുട്ടിയെ ഇന്ന് ആദ്യമായി കണ്ടു. അവളുടെ മുഖമെന്താ മനസ്സിൽ നിന്നും മായാത്തത്? ഉറക്കം വരാതെ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ മുഖം ദീപകിന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതേസമയം ദീപകിന് ഗേറ്റ് തുറന്നുകൊടുത്ത നന്ദന വീട്ടിലെ അടുക്കളപ്പണിയിലായിരുന്നു. പണികളെല്ലാം ചെയ്തൊതുക്കി അടുക്കള തൂത്തു തുടച്ച് വൃത്തിയാക്കി കിടക്കാൻ പോകുമ്പോഴാണ് ഹാളിൽ നിന്ന് അമ്മായിയുടെ അലർച്ച കേട്ടത്. എടി നന്ദനെ, ഇങ്ങോട്ട് വന്നേടി, അമ്മായി ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ടാപ്പ് തുറന്ന് കൈ കഴുകി അവൾ ഹാളിലേക്ക് ചെന്നപ്പോൾ കയ്യിൽ ഒരു ജഗ്ഗുമായി അമ്മായി നന്നേ ദേഷ്യത്തിലായിരുന്നു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് രാത്രി കുടിക്കാൻ വെള്ളം നേരത്തെ കൊണ്ടുവെക്കണമെന്ന്? ഒരു ഇറക്ക് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ജഗ് കാലിയായി കിടക്കുന്നു. ഇനി നിനക്കിതിന് വേറെ ബാല്യക്കാരെ വേണമായിരിക്കും. അമ്മായി അതും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ജഗ് അവളുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറ് കൊടുത്തു. ആ ജഗ് അവളുടെ കഴുത്തിനും മുഖത്തിനും ഇടയിലായി ചെന്നുകൊണ്ട് താഴേക്ക് വീണു. പെട്ടെന്നൊരു കല്ല് വന്ന് വീണ പോലെ അവൾക്ക് വേദന തോന്നി. ജഗ് ദേഹത്ത് തട്ടിയ വേദനയും അമ്മായിയുടെ അലർച്ചയും ഒക്കെ കൂടെ കേട്ടപ്പോൾ അവൾക്ക് ആകെ കരച്ചിൽ വന്നിരുന്നു. രാവിലെ മുതൽ ഈ നേരം വരെയുള്ള പണിയാണ്. ഒരു നല്ല വാക്ക് പറയണ്ട, എങ്കിലും ഇങ്ങനെ ശകാരിക്കാതിരുന്നൂടെ? രാവിലെ പീരീഡ്സ് വന്നതാണ്, നല്ല വേദന ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടിലെ പണി കാരണം ഒന്ന് ഇരിക്കാനോ കിടക്കാനോ കഴിഞ്ഞിട്ടില്ല. എത്രയൊക്കെ ചെയ്തു കൊടുത്താലും എന്നും ഈ അടിയും വഴക്കും മാത്രം. ദേ, ഇനി ഇവിടെ നിന്നും മോങ്ങിക്കൊണ്ടിരുന്നാൽ നിന്റെ മുഖത്തെന്റെ കൈ വീഴും. അമ്മായി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അമ്മായിയുടെ അടുത്തു നിന്നും കരഞ്ഞുകൊണ്ടോടി താൻ കിടക്കുന്ന മുറിയിൽ കയറി കട്ടിലിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അടുക്കളയോട് ചേർന്ന് അരിയും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു ചെറിയ മുറിയുണ്ട്. ആ ചെറിയ മുറിയിലെ പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ പടിക്കട്ടിലാണ് നന്ദന കിടന്നിരുന്നത്. ആ മുറിയിലെന്നും അവളുടെ കരച്ചിലും സങ്കടവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ ചുമരുകളും അവിടേക്ക് വരുന്ന അടുക്കള സാധനങ്ങളും മാത്രമായിരുന്നു എന്നും അവളുടെ കൂട്ട്. ശരിക്കു പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം സഹിച്ചു. നന്ദനയ്ക്ക് ആകെ മടുത്തിരുന്നു. വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം അടിയും വഴക്കും കിട്ടിയിട്ടുള്ള ഈ ജീവിതം എനിക്ക് എന്തിനു തന്നതാണ് ഈശ്വര? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ തുണിയെല്ലാം ഇട്ടുവയ്ക്കുന്ന ഒരു പഴയ പെട്ടി കട്ടിലിനടിയിൽ നിന്നും കിടക്കയിലേക്ക് എടുത്തു വെച്ചു. ശേഷം അത് തുറന്നു. അവളുടെ തുണിയുടെ ഇടയിൽ ഭദ്രമായി പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ അമ്മയുടെ ഫോട്ടോ കയ്യിലെടുത്തു. പഴക്കം കാരണം കുറെ ഭാഗങ്ങൾ നശിച്ചു പോയിരുന്നെങ്കിലും അമ്മയുടെ രൂപം ഓർത്തെടുക്കാൻ അവൾക്ക് ആ ഫോട്ടോ തന്നെ ധാരാളമായിരുന്നു. ഒരുപാട് നേരം ആ ഫോട്ടോയിൽ നോക്കി അവൾ അവളുടെ പരാതിയും പരിഭവങ്ങളും അമ്മയോട് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഒരുവിധം ദിവസങ്ങളിലെല്ലാം അമ്മായിയുടെയും അമ്മാവന്റെയും വഴക്ക് അവൾക്ക് കേൾക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അടിയും കിട്ടാറുണ്ട്. പക്ഷേ എന്നത്തെയും പോലെ സാരമില്ല പോട്ടെ എന്ന് വിചാരിച്ച് തള്ളിക്കളയുവാൻ അവൾക്കന്ന് കഴിഞ്ഞില്ല. ഒരേ സമയം അവളുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ആർക്കും വേണ്ടാത്ത ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. വെറുതെ അമ്മായിയുടെ വഴക്കും അടിയും തൊഴിയും കൊള്ളുന്നതിലും നല്ലത് അതാണല്ലോ എന്നാണ് അവൾക്ക് തോന്നിയത്. അന്ന് രാത്രി അവൾ ഒരു തീരുമാനമെടുത്തു. ഇനിയും ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ജീവിതം അവസാനിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നാട് വിട്ടുപോകാം. അന്ന് രാത്രിയിൽ അവൾ എല്ലാവരും ഉറങ്ങുവാൻ വേണ്ടി കാത്തുനിന്നു. കരഞ്ഞുകൊണ്ട് സമയം തള്ളി നീക്കി അവൾ സമയം അർദ്ധരാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കി തന്റെ മുറിയിൽ നിന്നും പതിയെ എഴുന്നേറ്റു. ആകെ തനിക്ക് വിലപ്പെട്ടതെന്ന് പറയാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് വീണ്ടും അതിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ പഴയ കുപ്പായങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയ പെട്ടി കയ്യിലെടുത്ത് കിടക്കയിൽ വെച്ചു. ആ പെട്ടി തുറന്ന് അമ്മയുടെ ഫോട്ടോ അതിൽ വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൾ തന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അകത്തു നിന്നും അമ്മാവന്റെയും അമ്മായിയുടെയും ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഒരു നിമിഷം അവൾ നിശബ്ദമായി നിന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ വീടിന്റെ അടുക്കളവാതിൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. പുറത്തേക്കിറങ്ങി അവൾ പതിയെ വീട്ടിൽ നിന്നിറങ്ങി നടന്നു തുടങ്ങി. വീടിന്റെ പടിക്കെട്ട് കടക്കുമ്പോൾ നന്ദന ഒന്നു നിന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തനിക്ക് ഇതുവരെ അഭയം തന്ന വീട് അവസാനമായി ഒന്നുകൂടി കാണാനായി അവൾ തിരിഞ്ഞു നോക്കി. ചെറിയ നിലാവെളിച്ചത്തിൽ അവൾ ആ വീടിനെ ഒരിക്കൽ കൂടി കണ്ണു നിറയെ കണ്ടു. അവൾ പടിക്കെട്ട് കടന്ന് ഇരുൾ മൂടിയ വഴിയിൽ കൂടി പതിയെ നടന്നു തുടങ്ങി.
നേരം അർദ്ധരാത്രിയായെങ്കിലും അവൾക്ക് പക്ഷേ ഒരു പേടിയുമില്ലായിരുന്നു. ഒരുപാട് തവണ സന്ധ്യയ്ക്ക് ശേഷം തന്നെ അമ്മായി പല സാധനങ്ങളും വാങ്ങാൻ വേണ്ടി പീടികയിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. അമ്മായിക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഒറ്റയ്ക്കായിരുന്നു പറഞ്ഞയക്കാറുണ്ടായിരുന്നത്. അന്നൊക്കെ ഇതുവഴി തിരിച്ചു വരുമ്പോൾ ഒരുപാട് പേടിച്ചു വിറച്ചുകൊണ്ടാണ് തിരിച്ചു വന്നിരുന്നത്. ഒരുപാട് തവണ പേടിച്ച് പനി പിടിച്ച് കിടന്നിട്ടുണ്ട്. അതൊക്കെ അവൾ നടന്നുകൊണ്ടോർത്തു. പക്ഷേ ആ ഭയമെല്ലാം ഇന്ന് അർദ്ധരാത്രിയിൽ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ എന്നെ വിട്ടുപോയിരിക്കുന്നു. നാട് വിട്ടുപോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. മരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഞാനിനി എന്തിനു ഭയപ്പെടണം, ആരെ ഭയപ്പെടണം എന്നവൾ മനസ്സിലോർത്തു. മാത്രമല്ല, ഇന്ന് തന്റെ അമ്മ ജീവിതം അവസാനിപ്പിച്ച അതേ പുഴയുടെ അടുത്തേക്കാണ് താൻ പോകുന്നത്. തന്റെ അമ്മ പോയ അതേ സ്ഥലത്തേക്ക്. അവൾ കരഞ്ഞുകൊണ്ട് ഓരോന്നോർത്ത് ആ വിജനമായ റോഡിനരികിലൂടെ പുഴയെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. റോഡിനരികിലൂടെ നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് തനിക്കെതിരായി അതിവേഗത്തിൽ കടന്നു വന്ന ഒരു കാർ നന്ദനയുടെ അടുത്തുകൂടെ ദേഹത്ത് തട്ടി എന്ന രീതിയിൽ അവളെ കടന്നുപോയത്. അവൾ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ വീണ്ടും നടന്നു തുടങ്ങി. അപ്പോഴാണ് പിന്നിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കിയ നന്ദന നിലാവെളിച്ചത്തിൽ രണ്ടുപേർ തന്റെ പിന്നാലെ വരുന്നത് കണ്ടു. കുറച്ചു പിറകിലായി ഒരു ചുവപ്പ് നിറത്തിലുള്ള കാർ നിർത്തിയിട്ടിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നേരത്തെ തന്റെ അടുത്തുകൂടെ കടന്നുപോയ കാറാണതെന്ന് അവൾക്ക് മനസ്സിലായി. തന്റെ പിന്നാലെ രണ്ടുപേരും വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവൾ അവളുടെ നടത്തത്തിന്റെ വേഗത കൂട്ടി. അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗം നടന്നു. അതെ, അവർ എന്നെ പിന്തുടർന്നുകൊണ്ട് വരികയാണ്. ഞാൻ വേഗത കൂട്ടിയപ്പോൾ അവരും വേഗം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്കെന്തോ പന്തികേട് തോന്നി. അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ വിജനമായ റോഡിലൂടെ പുഴയുടെ അടുത്തേക്കോടി. രണ്ടുപേരും പിന്നാലെ ഓടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവർക്ക് പിടികൊടുക്കാതെ അവൾ ഓടി പാലത്തിന് മുകളിലെത്തി. പുഴയിലേക്ക് ചാടാൻ ശ്രമിക്കുമ്പോഴേക്കും പിന്നാലെ ഓടി വന്ന ആ രണ്ടുപേരുടെ ബലിഷ്ഠമായ കൈകളിൽ അവൾ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ച നന്ദനയുടെ വായ അവർ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളെ എടുത്തുകൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ സർവ്വശക്തിയുമെടുത്ത് തന്റെ വായ പൊത്തിപ്പിടിച്ചയാളുടെ വിരലുകൾ ആഞ്ഞു കടിച്ചു. ആ വേദനയിൽ അയാൾ അലറിക്കരഞ്ഞതും അവൾ കുതറി ഓടിയതും ഒരുമിച്ചായിരുന്നു. പാലത്തിന് മുകളിലൂടെ ഓടാൻ ശ്രമിച്ച നന്ദന എന്തിലോ തട്ടി മറിഞ്ഞു വീണതും അയ്യോ എന്നൊരു നിലവിളി ശബ്ദത്തോടെ ആരോ ഒരാൾ പാലത്തിന് മുകളിൽ നിന്നും പേടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. നന്ദനയെ പിടിക്കാൻ വേണ്ടി ഓടി വന്ന രണ്ടുപേർ ആ ശബ്ദം കേട്ടപ്പോൾ ആരാണെന്നറിയാതെ ഒന്ന് പരുങ്ങി. അതിലൊരാൾ അയാളുടെ കയ്യിലുള്ള ടോർച്ച് എടുത്ത് ആരാണെന്നറിയാൻ അയാളുടെ മുഖത്തേക്ക് വെളിച്ചമടിച്ചു നോക്കി. അഴുക്കു പുരണ്ട കീറി പറഞ്ഞ ഒരു കുപ്പായവും മുണ്ടുമുടുത്ത് താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരു കറുത്തിരുണ്ട രൂപമുള്ള ഒരാൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഭിക്ഷക്കാരനാണ് അയാളെന്ന് അവർക്ക് മനസ്സിലായി. അയാൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ആ പാലത്തിന് മുകളിലാണ് കിടന്നുറങ്ങാറ്. അയാളുടെ ദേഹത്ത് തട്ടിയാണ് നന്ദന വീണത്. ഭിക്ഷക്കാരനാണെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും അയാളെ ശ്രദ്ധിക്കാതെ വീണ്ടും നന്ദനയെ വലിച്ചിഴച്ച് കാറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്ന ഭിക്ഷക്കാരൻ പെട്ടെന്ന് തന്നെ നന്ദനയെ പിടിക്കാൻ വന്ന ആ രണ്ടുപേരെയും എതിർക്കാൻ ശ്രമിച്ചു. ശക്തരായ ആ പ്രതിയോഗികളെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള കരുത്ത് ആ ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ അവരിൽ ഒരാളുടെ ശക്തമായ ഒരടിയിൽ അയാൾ നിലതെറ്റി തെറിച്ചു നിലത്ത് വീണു. എങ്കിലും അയാൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തെറിച്ചു വീണ അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് നിലാവിന്റെ വെളിച്ചത്തിൽ അയാളുടെ ബാണ്ടക്കെട്ടിനടുത്തുണ്ടായിരുന്ന അയാൾ നടക്കാൻ ഉപയോഗിക്കുന്ന ഊന്നുവടി തപ്പിയെടുത്ത് അത് മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ മേൽ ചാടി വീണു. സർവശക്തിയുമെടുത്ത് ആ രണ്ടുപേരെയും ഭിക്ഷക്കാരൻ തന്നാൽ കഴിയുന്ന വിധം പൊതിരെ തല്ലി. ആരോഗ്യം കൊണ്ട് വളരെ ദുർബലനായ ഒരാളാണെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ അയാളുടെ ആക്രമണത്തിൽ അവർക്ക് അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നന്ദനയെ അവിടെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. അടിപിടിക്കിടയിൽ ഉണ്ടായ വീഴ്ചയിൽ എപ്പോഴോ ബോധം നഷ്ടമായ നന്ദനയെ ആ ഭിക്ഷക്കാരൻ പാലത്തിനു മുകളിൽ തന്റെ ബാണ്ടക്കെട്ടിന് മുകളിലേക്ക് വലിച്ചു നീക്കി തല ചായ്ച്ചു വെച്ചിരുത്തി. രാത്രി വളരെ വൈകിയതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുള്ളൂ. ആ ഭിക്ഷക്കാരൻ അവളെ രക്ഷിക്കാനായി അതുവഴി പോയ വാഹനങ്ങൾക്കൊക്കെ കൈ കാണിച്ചു നോക്കി. പക്ഷേ അയാളുടെ രൂപവും വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള കളികളുമൊക്കെ കണ്ടപ്പോൾ ആക്രമിക്കാനാവുമെന്ന് വിചാരിച്ച് ആരും വണ്ടിയൊന്ന് നിർത്തിക്കൊടുക്കുക പോലും ചെയ്തില്ല. സമയം അങ്ങനെ കടന്നുപോയി. എങ്കിലും അയാളുടെ പ്രതീക്ഷ കൈവിട്ടില്ല. അന്ന് ഹോസ്പിറ്റലിൽ തിരക്ക് കാരണം ദീപക് വളരെ വൈകിയാണ് അതുവഴി വന്നത്. വീട്ടിൽ അമ്മ തനിച്ചായതുകൊണ്ട് ദീപക് വളരെ വേഗത്തിലാണ് കാർ ഓടിച്ചു വരുന്നത്. കാർ ഓടിക്കുന്നതിനിടയിൽ കുറച്ചകലെയായി കാറിന്റെ വെളിച്ചത്തിൽ ഒരാൾ റോഡിലേക്ക് ഇറങ്ങി നിന്ന് കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നത് കണ്ട് ദീപക് കാറിന്റെ വേഗത കുറച്ച് അതാരാണെന്ന് നോക്കി. കാർ അടുത്തെത്തിയപ്പോൾ ഒരു ഭിക്ഷക്കാരനാണെന്ന് ദീപക്കിന് മനസ്സിലായി. അയാൾ കൈകൊണ്ട് എന്തൊക്കെയോ കാണിച്ച് റോഡിന് വിലങ്ങായി നിലത്ത് കിടന്നു. അത് കണ്ടപ്പോൾ ദീപക് അയാളുടെ മുന്നിൽ കാർ നിർത്തി. അയാൾ വെപ്രാളപ്പെട്ടുകൊണ്ട് വേഗം അവിടെ നിന്നും എഴുന്നേറ്റു. അയാൾ എവിടേക്കോ കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നതായി ദീപക്കിന് മനസ്സിലായി.
ദീപക് അവിടേക്ക് നോക്കിയപ്പോൾ കാറിന്റെ വെളിച്ചത്തിൽ അവിടെ ഒരു പെൺകുട്ടി നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടു. ഭിക്ഷക്കാരന്റെ ദേഹമാസകലം പരിക്കുകളും കാണുന്നുണ്ട്. എന്തായാലും പുറത്തിറങ്ങി കാര്യം എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ചെറിയൊരു സംശയത്തോടെയാണെങ്കിലും ദീപക് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ദീപക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇത് ഞാൻ ഇന്നലെ പെണ്ണ് കാണാൻ പോയ വീട്ടിലുണ്ടായിരുന്ന കുട്ടിയല്ലേ? ഈ കുട്ടിക്ക് ഇതെന്തു സംഭവിച്ചു? ഇവളെങ്ങനെ ഇവിടെ എത്തി? കാര്യമായ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായ ദീപക് വേഗം അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കവിളിൽ തട്ടി വിളിച്ചു, കുട്ടി എഴുന്നേറ്റേ. പക്ഷെ അവൾ എഴുന്നേറ്റില്ല. അവൻ വേഗത്തിൽ പൾസ് നോക്കി. ബോധം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ദീപക് വേഗം അവളെ വാരിയെടുത്ത് കാറിൽ കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴും ആ ഭിക്ഷക്കാരൻ ദീപകിനെ സഹായിക്കുന്നുണ്ടായിരുന്നു. ദീപകിന്റെ കൂടെ തന്നെ നന്ദനയെ കാറിൽ കയറ്റാൻ ഭിക്ഷക്കാരനും നന്നേ സഹായിച്ചു. പിടിവലിക്കിടയിൽ അവളുടെ വസ്ത്രങ്ങൾ അവിടെയായി കീറിപ്പോയിരുന്നു. അവളെ കാറിൽ കയറ്റി കിടത്തിയതും ദീപക് ശ്രദ്ധിച്ചത് അതാണ്. നെഞ്ചിലും കയ്യിലും മറ്റു പലയിടത്തുമായി വസ്ത്രം കീറിക്കിടക്കുന്നുണ്ടായിരുന്നു. ദീപക് വേഗത്തിൽ അവളുടെ ഡ്രസ്സ് പിടിച്ച് നേരെയാക്കാൻ നോക്കി. തുറന്നു കിടക്കുന്ന അവളുടെ മാറിടങ്ങളെ മറയ്ക്കാൻ നോക്കിയപ്പോൾ അവൾ ധരിച്ചിരുന്ന ഡ്രസ്സ് കൊണ്ട് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പോൾ വേഗത്തിൽ തന്നെ തന്റെ കാറിലുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് അവളെ നന്നായി പുതപ്പിച്ചു. ഇതൊന്നും അറിയാതെ ബോധരഹിതയായി നന്ദന അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. ആ ഭിക്ഷക്കാരൻ അപ്പോൾ വെപ്രാളത്തോടെ കാറിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും അയാൾ ഒരു കുഴപ്പക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ ദീപക് അയാളോടും കാറിൽ കയറാൻ വേണ്ടി പറഞ്ഞു. ഈ കാറിൽ എന്നെ കയറ്റാൻ കൊള്ളാമോ എന്ന് അയാൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ദീപകിനോട് വെപ്രാളത്തിൽ ചോദിച്ചു. സാരമില്ല, കയറിക്കോളൂ, അവൻ പറഞ്ഞു. അയാൾ അപ്പോൾ കൈകൊണ്ട് വീണ്ടും ആംഗ്യം കാണിച്ച് ദീപകിനോട് ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് വേഗം ഓടിപ്പോയി അയാളുടെ ബാണ്ടക്കെട്ടുമായി ഓടി വന്ന് ദീപകിന്റെ കൂടെ കാറിൽ കയറി. ദീപക് അതിവേഗം കാറുമായി തന്റെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദീപക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു വെച്ചിരുന്നു. ഡ്രൈവിംഗിനിടയിൽ അവൻ തിരിഞ്ഞ് ആ പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. ബോധമറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ നിറയെ സംശയങ്ങളായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഈ കുട്ടി എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതൊന്നും തന്നെ അവൻ അപ്പോഴും അറിയില്ലായിരുന്നു. എന്നാൽ അവന്റെ പോലെ തന്നെ ആ ഭിക്ഷക്കാരനും വെപ്രാളത്തിലായിരുന്നു. അയാൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ദീപക്കിന് അയാളോട് ഏറെ അലിവ് തോന്നി. എന്നാലും ഇയാൾ ഈ പെൺകുട്ടിയെ രക്ഷിച്ചല്ലോ. രൂപത്തിൽ അയാൾ ഒരു ഭിക്ഷക്കാരനായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് നന്മയുള്ള ആളാണെന്ന് ദീപക്കിന് തോന്നി. ദീപക് കഴിയുന്നത്ര സ്പീഡിൽ അവന്റെ വണ്ടി പറപ്പിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപാടെ ദീപകിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ളവർ ആ ഭിക്ഷക്കാരനെയും നന്ദനയെയും പരിശോധിച്ച് മരുന്ന് വെച്ച് കെട്ടി. ദീപകിനെ കാണാതെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന അമ്മയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് ദീപക് ഹോസ്പിറ്റലിലുള്ള തന്റെ മുറിയിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് മയങ്ങിപ്പോയ ദീപക് പിന്നെ ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് എഴുന്നേറ്റത്. ഡോറ് തുറന്ന് അകത്തേക്ക് വന്നത് ഒരു നേഴ്സായിരുന്നു. സർ, ആ പെൺകുട്ടി കണ്ണു തുറന്നിട്ടുണ്ട്, നേഴ്സ് ദീപകിനോട് പറഞ്ഞു. ഓക്കെ, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദീപക് അവിടെ നിന്നും വേഗത്തിൽ എഴുന്നേറ്റ് നന്ദന കിടക്കുന്ന മുറിയിലേക്ക് എത്തി. ഡോറ് തുറന്നു നോക്കുമ്പോൾ നന്ദന ബെഡിൽ ചാരിയിരിക്കുന്നുണ്ട്. അവൻ അപ്പോൾ അവളുടെ അടുത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന ചെയറിലിരുന്നു. ശേഷം അടുത്ത് നിന്നിരുന്ന നേഴ്സിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ടുകളെല്ലാം നേഴ്സിനോട് വാങ്ങി നോക്കി. അതെല്ലാം കണ്ടുകൊണ്ട് നന്ദന ഒന്നും മിണ്ടാതെ ദീപകിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ നേഴ്സിനെ പുറത്തേക്ക് പറഞ്ഞയച്ച ശേഷം ദീപക് ഒരു ചെറിയ ചിരിയോടെ നന്ദനയോട് ചോദിച്ചു, വേദനയുണ്ടോ? ഉവ്. ബെഡിൽ കിടന്നുകൊണ്ട് ദീപകിനെ നോക്കി അവൾ പറഞ്ഞു, സാരമില്ല, മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, മാറിക്കോളും. എന്താ കുട്ടിയുടെ പേര്? ദീപക് ചോദിച്ചു. നന്ദന, അവൾ മറുപടി പറഞ്ഞു. രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ പാലത്തിനു മുകളിലുണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരനാണ് ബോധമില്ലാതെ കിടക്കുന്ന നന്ദനയെ എനിക്ക് കാണിച്ചു തന്നത്. അയാൾക്കും ദേഹത്ത് നല്ല പരിക്കുണ്ടായിരുന്നു. ഇപ്പോൾ മരുന്ന് വെച്ച് അപ്പുറത്തുണ്ട്. എന്റെ കാറിലാണ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കൂടെ ആ ഭിക്ഷക്കാരനും ഉണ്ടായിരുന്നു. ആരാണ് ആ ഭിക്ഷക്കാരൻ? കുട്ടിക്ക് അയാളെ അറിയുമോ? കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കണ്ടേ? ദീപക് നന്ദനയോട് ചോദിച്ചു. അത് ചോദിക്കുമ്പോഴേക്കും നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അപ്പോൾ ഒന്നും മിണ്ടാതെ പൊട്ടിക്കരഞ്ഞു. ശേഷം പറഞ്ഞു, ദയവ് ചെയ്ത് വീട്ടിൽ വിവരം അറിയിക്കരുത്. എന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. നന്ദന കരഞ്ഞുകൊണ്ട് ദീപകിനോട് പറഞ്ഞു. നന്ദന കരയുന്നത് കണ്ടപ്പോൾ ദീപക് അവളെ നോക്കി. ഏയ്, കുട്ടി എന്തിനാണ് കരയുന്നത്? കരയാതിരിക്കൂ. കുട്ടി വീട് വിട്ടിറങ്ങി പോന്നതാണോ? വീട്ടുകാർ ഇപ്പോൾ കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവില്ലേ? ദീപക് വീണ്ടും അവളോട് ചോദിച്ചു. അതിനവൾ ഒരു കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖഭാവത്താൽ ദീപകിനെ നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നത് ദീപകിന് കാണാമായിരുന്നു. ആരാണ് ആ ഭിക്ഷക്കാരൻ? അയാളെ കുട്ടിക്ക് അറിയാമോ? ദീപക് വീണ്ടും അവളോട് ചോദിച്ചു. ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടാതെ ഓർത്തു നോക്കി. പിന്നെ അവൾ പതിയെ പറഞ്ഞു തുടങ്ങി.
അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി റോഡിൽ വെച്ച് എന്നെ ആക്രമിക്കാൻ വന്ന 2 പേരുടെ അടുത്തു നിന്നും എന്നെ രക്ഷിച്ചത് അയാളാണ്. എന്നെ പിടിച്ചു കൊണ്ടുപോകുവാൻ ആ ദുഷ്ടന്മാർ ശ്രമിച്ചപ്പോൾ അവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് ശ്രമിച്ചു. അതിനിടയ്ക്ക് എപ്പോഴോ എനിക്ക് ബോധം നഷ്ടമായി. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല സാർ. നന്ദന ദീപക്കിനോട് പറഞ്ഞു. ആരാണ് കുട്ടിയെ ആക്രമിക്കാൻ വന്നതെന്ന് കുട്ടിക്ക് അറിയാമോ? ദീപക് ചോദിച്ചു. ഇല്ല. തലയാട്ടിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. കുട്ടിയെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഈ വിവരം പോലീസിൽ അറിയിക്കട്ടെ? എന്റെ അടുത്ത ഫ്രണ്ടാണ് ഇവിടുത്തെ സ്ഥലം SI. കുട്ടിയുടെ കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ? കുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി SIയെ കൊണ്ട് സംസാരിപ്പിക്കാം. എന്താ പറയട്ടെ? ദീപക് നന്ദനയോട് ചോദിച്ചു. ദീപക് പറയുന്നത് കേട്ടപ്പോൾ അവൾ വീണ്ടും പേടിച്ചു പോയി. അയ്യോ വേണ്ട സാർ, പോലീസിൽ പറയണ്ട. അവര് പിന്നെ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. പ്ലീസ് സാർ, എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് തന്നാൽ മതി. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. അവൾ കരഞ്ഞുകൊണ്ട് വീണ്ടും ദീപക്കിനോട് പറഞ്ഞു. നന്ദന പറയുന്നത് കേട്ടപ്പോൾ ദീപക്കിനാകെ വിഷമമായി. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. ഞാൻ അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോഴും ഇവളുടെ മുഖത്തെന്തോ കാര്യമായ വിഷമമുള്ളതുപോലെ തോന്നിയിരുന്നു. ചിലപ്പോൾ ബ്രോക്കർ രാജേട്ടൻ പറഞ്ഞതുപോലെ ആ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവൾക്കുണ്ടായിരിക്കും. എന്തായാലും തൽക്കാലം ഡിസ്ചാർജ് ചെയ്യണ്ട. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്താൽ ഇവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ കിടക്കട്ടെ, അവൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ വിളിച്ച് ദീപക് അല്പം മാറി നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം നന്ദനയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു. ഓക്കെ നന്ദന, നന്ദനയുടെ ബോഡി ഇപ്പോൾ കുറച്ച് വീക്കാണ്. നല്ലപോലെ റെസ്റ്റ് എടുത്തോളൂ. ഉച്ചയ്ക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ദീപക് നന്ദന കിടന്നിരുന്ന മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ദീപക് അവിടെ നിന്നും പോയതിനു ശേഷം നന്ദന ഒരുപാട് നേരം എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു. അധികവും അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങോട്ടാണ് ഇനി എന്റെ ജീവിതം പോകുന്നത്? ഞാൻ മരിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? എന്റെ ജീവൻ എന്തിനാ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ നേരത്തെ വന്ന ഡോക്ടർ നഴ്സിനോട് എന്തോ പറഞ്ഞത് കാരണം നഴ്സുമാർ മാറി മാറി ഈ മുറിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും രക്ഷപ്പെടുവാൻ ഒരു വഴിയും കാണുന്നില്ല, അവൾ ചിന്തിച്ചു. അതിനിടയ്ക്ക് അവൾക്ക് വേണ്ട ഭക്ഷണവും മരുന്നുമെല്ലാം അവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ഡോർ തുറന്നു. ആരാണ് വരുന്നതെന്ന് നന്ദന ഡോറിനടുത്തേക്ക് തല തിരിച്ചു നോക്കി. അതാ ഡോക്ടറാണല്ലോ, നന്ദന മനസ്സിൽ പറഞ്ഞു. ദീപക് അകത്ത് കയറിയ ഉടനെ നേഴ്സിനോട് എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ നേഴ്സ് പുറത്തേക്ക് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ദീപക് നന്ദനയുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ദീപക് അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ ഇരുന്നു. ദീപക് ചെയറിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ബെഡിൽ കിടക്കുകയായിരുന്ന നന്ദന പതിയെ ചാരിയിരുന്നു. അത് കണ്ടപ്പോൾ ദീപക് നന്ദനയോട് പറഞ്ഞു. കിടന്നോളൂ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നന്ദന ഇപ്പോൾ? നെറ്റിയിലെ മുറിയുടെ വേദന കുറവുണ്ടോ? ഉണ്ട്, ഇപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഗുഡ്. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഓ കഴിച്ചു. ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം അടക്കി പിടിച്ച് നന്ദന ദീപകിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദീപക് അപ്പോൾ തന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് അടുത്തുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് നന്ദനയോട് ചോദിച്ചു. നന്ദന എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നന്ദന ദീപകിനെ നോക്കി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവൾ ചിന്തിച്ചു, ഈ സാറിനെ ഞാൻ മറ്റെവിടെയും കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. എന്തായിരിക്കും സാർ അങ്ങനെ ചോദിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദന ദീപകിനെ നോക്കി. ഇവിടുത്തെ ഡോക്ടർ സാറല്ലേ? അതെ, ഡോക്ടറൊക്കെ തന്നെയാണ്. പക്ഷേ അതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നന്ദന പറഞ്ഞത് കേട്ടപ്പോൾ ദീപക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദീപകിന്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദന ആകെ കൺഫ്യൂഷനായി. അവൾ വീണ്ടും ഓർത്തു നോക്കിയെങ്കിലും അതിനു മുന്നേ എവിടെയും ദീപകിനെ കണ്ട പരിചയം അവൾക്ക് തോന്നിയില്ല. ഇല്ല സാർ, ഞാൻ സാറിനെ കണ്ടതായി ഓർക്കുന്നില്ല, അവൾ ദീപകിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദീപക് വീണ്ടും ചിരിച്ചുകൊണ്ട് നന്ദനയോട് പറഞ്ഞു. പക്ഷേ ഞാൻ നന്ദനയെ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ? 2 ദിവസം മുന്നേ ഞാൻ നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നു പെണ്ണ് കാണാൻ വേണ്ടി. അന്ന് കാറ് ഗേറ്റിന് മുന്നിൽ നിർത്തിയപ്പോൾ നന്ദനയായിരുന്നു ഓടി വന്ന് ഗേറ്റ് തുറന്നു തന്നിരുന്നത്. ഓർക്കുന്നുണ്ടോ? ദീപക് നന്ദനയോട് ചോദിച്ചു. അതെ സാർ, ഓർക്കുന്നു. എന്റെ അമ്മാവന്റെ മകളെ കാണാൻ വന്നിരുന്നു അല്ലേ? പക്ഷേ ഞാൻ ഡോക്ടർ സാറായിരുന്നു കാറിൽ ഉണ്ടായിരുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല, നന്ദന ഒന്ന് ആലോചിച്ച ശേഷം ദീപകിനോട് പറഞ്ഞു. ദീപക് അവൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവളോട് സംസാരിക്കും തോറും തന്റെ ഉള്ളിലുള്ള ഇഷ്ടം കൂടി വരുന്നത് പോലെ അവന് തോന്നി. അവൻ വീണ്ടും വീണ്ടും അവളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അത് പോട്ടെ, നന്ദനയ്ക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് നന്ദന അവിടെ എത്തിയത്? നന്ദനയുടെ വീട്ടിൽ കാര്യം അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് എന്താണ്? ദീപക് നന്ദനയോട് ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ നന്ദനയുടെ മുഖം വാടുന്നതായി അവന് തോന്നി.
നോക്കൂ നന്ദന, എന്റെ പേര് ദീപക് എന്നാണ്. നന്ദന എന്നെ ഒരു ഡോക്ടറായി കാണണ്ട, നന്ദനയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായി കണ്ടാൽ മതി. എന്താണ് കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല. കുട്ടിയെ കണ്ടപ്പോൾ, സംസാരിച്ചപ്പോൾ എന്തോ കുട്ടിയെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞു കേട്ടു. അച്ഛനെ പറ്റി എന്തെങ്കിലും കുട്ടിക്ക് അറിയുമോ? എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് നന്ദന എന്ന് ഞാൻ അന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നന്ദനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് നന്ദന അമ്മാവന്റെ വീട്ടിലെത്തിയത്? ദീപക് നന്ദനയെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചു. തന്നോടുള്ള ദീപകിന്റെ പെരുമാറ്റവും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ അവൾക്കെന്തോ ദീപകിനോട് തന്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് തോന്നി. അവൾ തന്റെ കഴിഞ്ഞ കാലത്തെ പറ്റി ദീപകിനോട് പറഞ്ഞു തുടങ്ങി. അച്ഛൻ ആരാണെന്നോ, അച്ഛന്റെ സ്നേഹം എന്താണെന്നോ അച്ഛന്റെ മുഖം പോലും എനിക്ക് തീരെ ഓർമ്മയില്ല സാർ. ഞാൻ നന്നേ ചെറുതാവുമ്പോൾ തന്നെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിരുന്നു. ഒരു പാവമായിരുന്നു അച്ഛനെന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കടം കയറിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ നാടുവിട്ടതാണെന്നാണ് അമ്മ പറഞ്ഞത്. അത്രമാത്രമേ എനിക്കറിയൂ. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നൊന്നും എനിക്കറിയില്ല. ഓർമ്മ വെച്ച പ്രായത്തിൽ എന്റെ കളിക്കൂട്ടുകാരികൾ അവരുടെ അച്ഛന്റെ കൈയും പിടിച്ച് പീടികയിലേക്ക് മിഠായി വാങ്ങാൻ നടന്നു പോകുന്നതൊക്കെ ഞാൻ വിഷമത്തോടെ ഒരുപാട് നോക്കി നിന്നിട്ടുണ്ട്. എന്നെയും അതുപോലെ കൊണ്ടുപോകാനും മിഠായി വാങ്ങിത്തരുവാനും അച്ഛനില്ലാതെ പോയല്ലോ എന്നോർത്ത് ഏറെ വിഷമിച്ചിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് എന്നെ അമ്മയാണ് വളർത്തിയത്. അച്ഛനെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അമ്മയെ അമ്മയുടെ വീട്ടിൽ നിന്നും പടിയിറക്കി പിണ്ടം വെച്ചതാണ്. പിന്നീട് അമ്മയെ ആ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല. വീട്ടുജോലി ചെയ്താണ് അമ്മ എന്നെ വളർത്തിയത്. അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ എനിക്ക് 5 വയസ്സാണ്. അതിനുശേഷം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. അതിനിടയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടാകെ കടത്തിൽ മുങ്ങിയത്. കുറെ കടങ്ങൾ ഉണ്ടായിരുന്ന അച്ഛൻ കടം വീട്ടാൻ വേണ്ടി അന്നത്തെ ഒരു പലിശക്കാരന്റെ അടുത്ത് നിന്ന് വീടിന്റെ ആധാരം പണയപ്പെടുത്തി കുറച്ച് പണം വാങ്ങിയിരുന്നു. അതും അതിന്റെ പലിശയും ഒന്നും കിട്ടാതായപ്പോൾ അയാൾ വീട് കൈവശപ്പെടുത്താൻ പോവുകയാണെന്ന് അമ്മയെ ഭീഷണിപ്പെടുത്തി. ഒരു ചെറിയ ഓലമേഞ്ഞ വീടായിരുന്നു അത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ വീട്. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾക്കത് സ്വർഗം പോലെയായിരുന്നു. പക്ഷേ അതുകൂടി നഷ്ടമാവുമെന്ന് കണ്ടപ്പോൾ അമ്മയാകെ തളർന്നുപോയി. അതിനിടയ്ക്കാണ് അമ്മയ്ക്ക് ശരീരത്തിന്റെ ഭാരമെല്ലാം പെട്ടെന്ന് കുറയാൻ തുടങ്ങിയത്. അടിക്കടി ഉണ്ടാവുന്ന പനിയും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോഴാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അന്നതെന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അമ്മ ഒരുപാട് കരയാറുണ്ടായിരുന്നു. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്തു ചെന്ന് ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മുടിയിൽ തലോടിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് അമ്മ ഒരുപാട് നേരം കരയും. അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല മോളെ എന്നൊരു മറുപടിയിൽ ഒതുക്കും. അങ്ങനെ ഒരു ദിവസം അമ്മ ഡോക്ടറുടെ അടുത്ത് പോവാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. നല്ലതെന്ന് പറയാൻ എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു കുപ്പായമൊക്കെ ഉടുപ്പിച്ചു. അന്ന് അമ്മ അമ്മയെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്നെ അണിയിച്ചൊരുക്കി സുന്ദരിയാക്കി. കുറെ നേരം കണ്ണു നിറയെ എന്നെ നോക്കി കണ്ടു. എന്നെ ഒരുപാട് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചു. അതൊക്കെ ഇപ്പോഴും എനിക്ക് പകല് പോലെ ഓർമ്മയുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ദൂരെ ഒരു ഡോക്ടറുടെ അടുത്ത് പോവാണ് ട്ടോ. എന്റെ നന്ദൂട്ടിയെ ഞാൻ വല്യച്ഛന്റെ വീട്ടിലാക്കി തരാം. അത് പറയുമ്പോഴും അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെയും കൂട്ടി അമ്മ വല്യച്ഛന്റെ വീട്ടിലെത്തി. അവരോട് കാര്യം പറഞ്ഞ് അമ്മ തിരിഞ്ഞു നടന്നു. അവരുടെ വീടിന്റെ കോലായിൽ നിന്ന് ഞാൻ അമ്മ പോകുന്നത് നോക്കി നിന്നു. ആ ചെറിയ ഇടവഴിയിലൂടെ അവിടെ നിന്നും നടന്നകലുമ്പോൾ അമ്മ എന്നെ ഒരുപാട് തവണ തിരിഞ്ഞു നോക്കി കരയുന്നുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും അമ്മയുടെ കൂടെ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞതാണ്, കുറെ ദൂരമുള്ളതുകൊണ്ട് മോള് വരണ്ട, ഞാൻ വന്നിട്ട് മോളെ വിളിക്കാൻ വരാമെന്ന്. അത് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഞാൻ അത് സമ്മതിച്ചു. അന്ന് കരഞ്ഞുകൊണ്ട് എന്റെ അടുത്തു നിന്നും നടന്നുപോയ അമ്മയുടെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാർ. എന്നെ വല്യച്ഛന്റെ വീട്ടിലാക്കി നടന്നകന്നു പോയ അമ്മ ഇനി ഒരിക്കലും എന്നെ വിളിക്കാൻ വേണ്ടി തിരിച്ചു വരില്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വല്യച്ഛന്റെ വീട്ടിൽ എന്നെ തനിച്ചാക്കിക്കൊണ്ട് അമ്മ എന്നേക്കുമായി എന്നെ വിട്ടുപോയി. അതൊന്നും അറിയാതെ അമ്മ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുമെന്ന് കരുതി രാത്രി ആ വീടിന്റെ കോലായിൽ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ ഒരുപാട് നേരം ഇരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞപ്പോൾ എപ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോയ ഞാൻ രാവിലെ വല്യമ്മ തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. എണീറ്റപ്പോൾ ഞാൻ വല്യമ്മയോട് ആദ്യം ചോദിച്ചത് അമ്മ വന്നോ എന്നാണ്. അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്, മോളോട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് വല്യമ്മ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഇതൊന്നും ചിന്തിക്കാതെ ഞാൻ വല്യമ്മയുടെ കൂടെ മുന്നിൽ നടന്നു. വീട്ടിലേക്ക് അടുക്കുമ്പോഴാണ് വീട് നിറയെ ആൾക്കൂട്ടം കണ്ടത്. എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി.
അപ്പോഴാണ് നിലത്ത് പായിൽ കിടത്തിയ നിലയിൽ എന്റെ അമ്മയെ ഞാൻ കണ്ടത്. അമ്മ മരിച്ചുപോയി എന്നൊക്കെ മനസ്സിലാവാൻ എനിക്ക് കുറച്ചു സമയം വേണ്ടി വന്നു. പറയുമ്പോൾ അവളുടെ വാക്കുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ദീപക്കിനാകെ വിഷമം തോന്നി. അവൻ വേഗത്തിൽ ചെന്ന് മേശപ്പുറത്തുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. ഒഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ ആ വെള്ളം കുടിച്ചു. ശേഷം വീണ്ടും പറഞ്ഞു തുടങ്ങി. അതിനുശേഷം ആരുമില്ലാത്ത അനാഥയായ എന്നെ കുറച്ചുനാൾ വലിയച്ഛന്റെ വീട്ടുകാർ നോക്കി. അവർക്കൊരു ഭാരമാവും ഞാനെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഒരുപാട് തവണ അവർ പലരും മുഖാന്തരം അമ്മ വീട്ടുകാരോട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ പലരും ഇടപെട്ടതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അമ്മാവൻ എന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ അമ്മാവന്റെ വീട്ടിലെത്തിയത്. പക്ഷേ അവരെന്നെ സ്നേഹത്തോടെ ഏറ്റെടുത്തതല്ലായിരുന്നു. ശമ്പളം കൊടുക്കാതെ ഒരു ജോലിക്കാരി അവർക്ക് വേണമായിരുന്നു. എല്ലാവരും കൂടെ നിർബന്ധിച്ച് അങ്ങനെ ഒരാളെ കിട്ടുമെങ്കിൽ ലാഭമായില്ലേ, അത് കരുതി മാത്രമാണ് അവരെന്നെ അവിടേക്ക് കയറ്റിയത്. അന്നേ അമ്മായിക്കും അമ്മാവനും എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം കുറച്ചു കാലമൊക്കെ അവരെന്നെ അവരുടെ മക്കളുടെ കൂടെ പഠിപ്പിച്ചു. വീട്ടിലെ ജോലികളൊക്കെ എടുത്താലും പഠിക്കാൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് വീണ് കൈയൊടിഞ്ഞ് അങ്ങനെ കുറെ ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നു. അതിനുശേഷം അമ്മാവനും അമ്മായിയും ഇനി പഠിക്കാൻ പോകണ്ട എന്ന് തീരുമാനിച്ചു. അവരുടെ വാക്കുകളെ എതിർക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോകുമെന്നോർത്ത് അതോടുകൂടി സ്കൂൾ ജീവിതം അവസാനിച്ചു. അവരായിട്ട് തന്നെ പഠിപ്പ് നിർത്തിച്ചു. എന്നും വീട്ടിലെ ജോലിയും പറമ്പിലെ ജോലിയും തന്നെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ. ഒന്ന് പനിച്ചു കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല. എത്ര വയ്യെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ അമ്മായി എന്തെങ്കിലും ഭക്ഷണം തരുമായിരുന്നുള്ളൂ. അമ്മായിക്ക് 2 പെൺമക്കളാണുള്ളത്. ഉറങ്ങുമ്പോഴൊന്നും അവരുടെ കൂടെയൊന്നും എന്നെ കിടത്താറുണ്ടായിരുന്നില്ല. അടുക്കളയോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയുണ്ട് എനിക്ക്. അവിടെയാണ് ഞാൻ ഇതുവരെ കിടന്നിരുന്നത്. ആ അടുക്കള മുറിക്ക് മാത്രമേ എന്റെ സങ്കടങ്ങൾ അറിയാവൂ. ആ മുറിയോട് മാത്രമേ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാളോട്, സാറിനോട് പറയുന്നത്. ഇന്നലെ അമ്മായിക്ക് റൂമിലെ ജഗ്ഗിൽ വെള്ളം വെക്കാൻ മറന്നുപോയി. പീരീഡ്സ് ഒക്കെ കാരണം പിടഞ്ഞു പോകുന്ന വയറുവേദന ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടിലെ എല്ലാ ജോലിയും രാത്രിയാകുമ്പോഴേക്കും ഞാൻ തീർത്തിരുന്നു. പക്ഷേ വെള്ളം വെക്കാൻ മറന്നുപോയി. അതിനമ്മായി ജഗ് എന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ദേ ഇവിടെ നല്ല വേദനയുണ്ട്. അവൾ മുഖം കാണിച്ചപ്പോൾ ദീപക് അവിടേക്കൊന്നു നോക്കി. അതെ, അവിടെ നല്ല നീല കളറായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അപ്പോൾ അവന്റെ കൈകൊണ്ട് അവളുടെ മുഖത്തൊന്ന് മെല്ലെ തൊട്ടു. അവൻ അവളുടെ മുഖം പിടിച്ച് ആ പരിക്ക് നോക്കിയപ്പോൾ അവൾക്ക് അവളുടെ സങ്കടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇന്നുവരെ ഒരാളും തന്നെ നോക്കിയിട്ടില്ല. ഒരു പനി വന്നാൽ പോലും ഡോക്ടറെ കാണിക്കാറില്ല. ആദ്യമായിട്ടാണ് ഒരാൾ തന്റെ ശരീരത്തിലെ ഒരു പരിക്ക് നോക്കുന്നത്. ഇതാരും ശ്രദ്ധിച്ചു കാണില്ല. നെറ്റിയിലെ മുറിവ് മാത്രമേ കാര്യമാക്കിയിട്ടുണ്ടാവൂ. നഴ്സിനോട് പറയാമായിരുന്നില്ലേ? നീരുണ്ടല്ലോ, സാരമില്ല, ഞാനൊരു ഓയിൽമെന്റ് തരാം, മാറിക്കോളും. ഇങ്ങനെയുമുണ്ടോ മനുഷ്യന്മാര്? അവിടുന്ന് പെണ്ണെടുക്കാത്തത് എത്ര നന്നായി ദൈവമേ, ദീപക് പറഞ്ഞു. അതുകൊണ്ടാണോ നന്ദന ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയത്? ദീപക് അപ്പോൾ അവളോട് ചോദിച്ചു. അതെ സാർ, അമ്മായി ഇന്നലെ എന്നെ അടിക്കാൻ കയ്യോങ്ങി, കുറെ വഴക്ക് പറഞ്ഞു. എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി പോയി. ഒരുപാട് ചിന്തിച്ചപ്പോൾ മരിച്ചു കളയാമെന്ന് തോന്നി. അങ്ങനെ രാത്രി വീട് വിട്ടിറങ്ങിയതാണ്. അപ്പോഴാണ് ആ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയത്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി. തന്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം ദീപകിനോട് പറഞ്ഞു തീർത്തപ്പോൾ അവൾക്ക് മനസ്സിലെന്തോ വലിയൊരാശ്വാസം കിട്ടിയതുപോലെ തോന്നി. തന്റെ സങ്കടങ്ങൾ കേൾക്കാൻ, സമാധാനിപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ഉണ്ടായല്ലോ എന്ന് ഒരു നിമിഷം അവൾ ഓർത്തുപോയി. ഇവിടെ നിറങ്ങിയിട്ട് എന്തു ചെയ്യാനാണ് നന്ദനയുടെ തീരുമാനം? ദീപക് അപ്പോൾ നന്ദനയോട് ചോദിച്ചു. ദീപക് ചോദിച്ചത് കേട്ടപ്പോൾ ദീപകിന്റെ മുഖത്തേക്ക് നോക്കി നന്ദന പറഞ്ഞു. അമ്മാവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഞാൻ എന്റെ ജീവൻ കൊടുത്തുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യും. നന്ദന പറയുന്നത് കേട്ടപ്പോൾ ദീപക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത്? ഇതൊരു പ്രതികാരമാണോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്നെ അവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ നീ മരിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. സ്വന്തം ജീവൻ കളഞ്ഞിട്ട് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്നത് വലിയ മണ്ടത്തരമല്ലേ നന്ദന? ഒന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ ഫേസ് ചെയ്ത് ജീവിച്ചവളല്ലേ നീ? അതിന്റെ ഒരു ധൈര്യമെങ്കിലും കാണിക്കണ്ടേ? ദീപക് അവളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? ആരോരുമില്ലാത്ത ഞാൻ ഇനിയും എങ്ങോട്ടേക്ക് പോകാനാണ്? ആ വീട്ടിലേക്ക് ഇനി ഒരിക്കലും ഞാൻ പോകില്ല സാർ. അത് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട ദീപക് നന്ദനക്കരികിലേക്കൊന്ന് ചേർന്നു നിന്നു. മരണത്തിനോ മറ്റുള്ളവർക്ക് കുത്തി നോവിക്കാൻ വേണ്ടിയോ നന്ദനയെ ഞാൻ ഒരിക്കലും ആർക്കും വിട്ടുകൊടുത്തില്ലെങ്കിലോ? ബെഡിലിരുന്നു കൊണ്ട് കണ്ണു പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന നന്ദന ദീപക് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു നിമിഷം കരച്ചിൽ നിർത്തി.
അവൾ മുഖത്തു നിന്നും കൈയെടുത്ത് തന്റെ മുന്നിലെ ചെയറിലിരിക്കുന്ന ദീപകിനെ നോക്കി. താൻ കേട്ടതെന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന നന്ദനയുടെ കൈ പിടിച്ചുകൊണ്ട് ദീപക് നന്ദനയോട് വീണ്ടും പറഞ്ഞു, തീർത്തും അപ്രതീക്ഷിതമായാണ് അന്ന് ഞാൻ നന്ദനയുടെ അമ്മാവന്റെ വീട്ടിലെത്തിയത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ട് പോലും എന്റെ അമ്മയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ അന്ന് അവിടെ വന്നത്. പലപ്പോഴും അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എങ്ങനെയുള്ള കുട്ടിയാണ് വേണ്ടതെന്ന്. എന്റെ സങ്കല്പത്തിലുള്ള പോലുള്ള ഒരു പെൺകുട്ടിയാണ് നന്ദന. അതെ നന്ദന, ഞാൻ വെറുതെ കളി പറയുകയല്ല. എനിക്ക് നന്ദനയെ ഇഷ്ടമാണ്, ഒരുപാട്. അത് നന്ദനയുടെ കഥ കേട്ടതുകൊണ്ട് മാത്രമല്ല. ആദ്യമായി നന്ദനയെ അമ്മാവന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ നന്ദനയുടെ രൂപം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്നും തിരിച്ചു വരുമ്പോഴൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് നന്ദനയെ വിവാഹം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നത് മാത്രമായിരുന്നു. ഞാൻ നന്ദനയെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കട്ടെ. എനിക്ക് തുണയായിട്ട് എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എന്റെ ജീവിത പങ്കാളിയായി ഞാൻ നന്ദനയെ സ്വീകരിക്കട്ടെ. നന്ദനയ്ക്ക് ഒരു കുറവും അവിടെ ഉണ്ടാവില്ല. നന്ദനയ്ക്ക് ഇനിയും പഠിക്കാം, എത്ര വേണമെങ്കിലും ഞാൻ പഠിപ്പിക്കാം. ദീപക് അവളോട് ഏറെ വാത്സല്യത്തോടെ പറഞ്ഞു. ദീപകിന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ നന്ദനയ്ക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. എങ്കിലും സംഭവിക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായിരുന്നു അവൾ. സാർ എനിക്ക്, അവൾ വിറച്ചുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു. സാർ എനിക്ക്, ബാക്കി പറയൂ നന്ദന. ദീപക് അവളെ നോക്കി ചിരിച്ചു. എനിക്ക് സാറിന്റെ വീട്ടിൽ അടുക്കളപ്പണി തന്നാൽ മതി, ജീവിക്കാൻ ഒരിടം തന്നാൽ മതി. അവൾ പറഞ്ഞപ്പോൾ ദീപക് ചിരിക്കുക തന്നെയായിരുന്നു. അടുക്കളപ്പണി തരണമോ വീട്ടുകാരിയുടെ സ്ഥാനം തരണമോ എന്നൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? ഒരു കമ്പനിയിലെ മുതലാളി ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ ആൾക്ക് എന്ത് ജോലി കൊടുക്കണമെന്നുള്ളത് മുതലാളിയുടെ ഇഷ്ടമല്ലേ? ആളെ ഏത് ജോലി വേണമെന്ന് വാശി പിടിച്ചാലും മുതലാളിക്ക് ഇഷ്ടമുള്ളതും വേക്കൻസി ഉള്ളതുമായ പോസ്റ്റല്ലേ അയാൾ കൊടുക്കൂ. അപ്പോൾ എന്ത് ജോലി തരണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ദീപക് പറഞ്ഞപ്പോൾ അവൾ ദീപകിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. അവൻ അപ്പോൾ അവളുടെ മുഖം അവന്റെ കയ്യിൽ കോരിയെടുത്ത് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു. നന്ദൻ അതിശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ നന്ദന? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അന്ന് നിന്റെ അമ്മായിയുടെ മോളെ ഞാൻ വേണ്ടെന്ന് വെച്ചതും എനിക്ക് ആ കുട്ടി മനസ്സിനിണങ്ങാത്തതുകൊണ്ടാ. നിന്നോടിപ്പോൾ ഞാനിത് പറയുന്നത് നീ എനിക്ക് മനസ്സിനിണങ്ങിയതുകൊണ്ടും. അവൾ അപ്പോൾ ഒന്ന് തല ഉയർത്തി ദീപകിന്റെ മുഖത്തേക്കും കണ്ണിലേക്കും നന്നായി നോക്കി. എന്നാൽ അധിക നേരം അവളെ നോക്കി നിൽക്കാൻ അനുവദിക്കാതെ വാത്സല്യത്തോടെ ദീപക് അവളെ അവന്റെ 2 കൈകൊണ്ടും അവനിലേക്ക് ചേർത്തു പിടിച്ചു. മുഴുവനായി അവന്റെ കരവലയങ്ങൾക്കുള്ളിൽ പെട്ടുപോയപ്പോൾ അവൾ ആശ്ചര്യത്തിൽ തന്നെയായിരുന്നു. ഇന്നോളം അനുഭവിച്ച ദുരിതത്തിന്റെ പടവുകൾ ഏറെ കയ്പുള്ളതുകൊണ്ടായിരിക്കണം ദീപക് അത് ചെയ്തപ്പോൾ അവൾക്ക് പൊട്ടിക്കരയാൻ കഴിഞ്ഞില്ല. ഒരു നിർവികാരതയോടെ അവളപ്പോൾ തല ഉയർത്തി അവനെ നോക്കി. ചുണ്ടിലൊരു സ്നേഹം നിറഞ്ഞ ചിരിയോടെ ദീപക് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്തു പിടിച്ചു. ജീവിതത്തിൽ ആരുമില്ലാത്ത ആ പെൺകുട്ടി തന്റെ വാത്സല്യവും സ്നേഹവും സംരക്ഷണവും കൊതിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ നിറഞ്ഞ തൃപ്തി ഉണ്ടായിരുന്നു. അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അവൻ അവളുടെ തലമുടി തഴുകി കൊടുക്കാൻ തുടങ്ങി. ശബ്ദം പുറത്തു വരാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ തലോടലിൽ കെട്ടിവെച്ചിരുന്ന അവളുടെ നീളൻ മുടികൾ അഴിഞ്ഞു വീണു. അവളുടെ മുഖത്തിന്റെ ഭംഗി കൂട്ടിക്കൊണ്ട് ആ മുടികൾ അവളുടെ ദേഹത്തേക്ക് വീണു. തന്റെ മിനുസമുള്ള കൈകൾ കൊണ്ട് ആ മുടിയകൾ മാടി ഒതുക്കുന്നതിനോടൊപ്പം ദീപക് ഒന്നുകൂടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ ചുണ്ടിലപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുഞ്ഞുനാളിൽ എപ്പോഴോ മാഞ്ഞുപോയ ഒരു കുഞ്ഞിളം പുഞ്ചിരി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുന്ന പുഞ്ചിരി. അവളുടെ ചുണ്ടിലെ ആ പുഞ്ചിരി കാണുമ്പോൾ ഈ ലോകത്തേക്ക് വെച്ച് അവൾ ഏറ്റവും സുന്ദരിയായി മാറുന്നതായി അവന് തോന്നി. ആ പുഞ്ചിരി അത്രമേൽ വിലയേറിയതായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ തനിക്ക് നൽകാനാവുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം അത് തന്നെയാണെന്ന് ദീപകിന് അറിയാമായിരുന്നു. അവൻ ഒന്നുകൂടെ അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടമർത്തി ഉമ്മ വെച്ചു. അവർ രണ്ടുപേരും ഏറെ നേരം പരസ്പരം കെട്ടിപ്പിടിച്ച് തഴുകി പുണർന്നു. അല്പനേരം കഴിഞ്ഞ് അവളെ ക്യാന്റീനിൽ കൂട്ടിക്കൊണ്ടുപോയി ചായയും മറ്റുമെല്ലാം വാങ്ങിക്കൊടുത്ത ശേഷം ദീപക് അവളെയും കൂട്ടി ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് നടന്നു. നന്ദന ഒന്നിവിടെ നിന്നേ, ഞാൻ കൗണ്ടറിൽ പോയി ഒന്ന് കാര്യം പറഞ്ഞിട്ട് വരാം. ഇവിടെ ഇരിക്കു കേട്ടോ, അവൻ അവളുടെ തോളിൽ തട്ടി പറഞ്ഞു. ശേഷം അവൻ നേരെ ബിൽ കൗണ്ടറിൽ ചെന്ന് അവരോടെന്തോ സംസാരിച്ചു കഴിഞ്ഞ് തിരികെ വന്നു. പോകാം, അവൻ അവളോട് പറഞ്ഞു. നന്ദനയെ ഇവിടെ കൊണ്ടുവന്ന ആളാരാണെന്ന് അറിയാമോ? കണ്ടിട്ടില്ലല്ലോ, ദീപക് അവളോട് ചോദിച്ചു. ഇല്ല, പേടിച്ചോടുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടതായ ഓർമ്മയുണ്ട്. മുഖം വ്യക്തമായി കണ്ടിട്ടില്ല. ആ ആളാണ് എന്നെ രക്ഷിച്ചത്. എന്റെ പുണ്യം എന്നും അദ്ദേഹത്തിനുണ്ടാകും, നന്ദന പറഞ്ഞു. അല്പം മുൻപ് ഇവിടെ എവിടെയോ കണ്ടിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ദീപക് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി.
എങ്കിലും അയാളെ അവിടെ എങ്ങും കണ്ടില്ല. നന്ദനയെ ഒട്ടും വയ്യാതെ കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ അയാളോട് വിവരങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അയാളുടെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ക്യാഷ് കയ്യിൽ വെച്ച് കൊടുക്കാമായിരുന്നു. അവൻ ഒന്നുകൂടെ ചുറ്റും അവന്റെ കണ്ണോടിച്ചു. എങ്കിലും അയാളെ അവിടെ എങ്ങും കണ്ടില്ല. ഇവിടെ എങ്ങും ഇല്ലല്ലോ, ദീപക് അവളോട് പറഞ്ഞു. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. നന്ദനയും അപ്പോൾ ചുറ്റിലും നോക്കി. ഇല്ല, കാണാനില്ല. ചിലപ്പോൾ പോയി കാണും. നമുക്ക് നോക്കാം, പോകുന്ന വഴിയിലെങ്ങാനും കാണുമോ എന്ന്. നന്ദൻ എവിടെ നിൽക്കൂ, ഞാൻ കാർ എടുത്തിട്ട് വരാം. ദീപക് വേഗത്തിൽ ചെന്ന് കാർ എടുത്ത് തിരികെ വന്നു. മടിച്ചുകൊണ്ടാണെങ്കിലും നന്ദൻ അവനൊപ്പം കാറിൽ കയറി. എങ്ങനുണ്ട് പുതിയ കാറാ? 1 മാസമായേ ഉള്ളൂ വാങ്ങിയിട്ട്. എന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഈ കാർ, കൊള്ളാമോ? ദീപക് അവളോട് ചോദിച്ചു. അവൾ അപ്പോൾ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. തനിക്ക് ഒരിക്കലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തൊരിടമാണ് അതെന്ന് അവൾക്കറിയാമായിരുന്നു. നല്ലതാ, വളരെ നല്ലത്, അവൾ അപ്പോൾ അവനോട് പറഞ്ഞു. അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. അവർ രണ്ടുപേരും ഹോസ്പിറ്റൽ റോഡ് കഴിഞ്ഞു മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്നാണ് വഴിയരികിലെ ഷീറ്റ് വിരിച്ചൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയായിരുന്ന ആ ഭിക്ഷക്കാരൻ കാറിൽ പോകുന്ന അവരെ കണ്ടത്. ദീപക്കിനൊപ്പം ഇരിക്കുന്ന അവളെ കണ്ടതും അയാൾ വേഗത്തിൽ ചായ ഗ്ലാസ് അവിടെ വെച്ച് റോഡിലേക്ക് ഇറങ്ങി. എന്നാൽ അപ്പോഴേക്കും ദീപകിന്റെ കാർ അല്പം മുന്നിലെത്തിയിരുന്നു. അവരുടെ കാർ മുന്നോട്ട് പോകുമ്പോൾ അയാൾ അയാളുടെ ബാണ്ടക്കെട്ടുമെടുത്ത് സ്പീഡിൽ അവരുടെ പിറകെ ഓടി. അവർ രണ്ടുപേരും മുൻപിലേക്ക് നോക്കി അയാളെ തിരയുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ പിറകിൽ ഓടി വരുന്നത് അവർ കണ്ടില്ല. കാർ അല്പം കൂടെ സ്പീഡിൽ മുന്നോട്ട് പോയതും അയാൾ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ച് മാടി വിളിച്ചുകൊണ്ട് അയാൾ സ്പീഡിൽ ഓടിയതും ഓപ്പോസിറ്റ് സൈഡിൽ ഓവർടേക്ക് ചെയ്തു വന്ന ഒരു ലോറി വന്ന് അയാളെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ലോറി ഇടിച്ച് തെറിച്ചു പോയ അയാൾ അല്പം പൊന്തി മരത്തിനിടിച്ച് താഴെ റോഡിൽ വീണു. ചുറ്റിലുമുള്ള ഷോപ്പുകാരെല്ലാം അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അയാൾ താഴെ വീണതും റോഡിലാകെ ചോര കുളം പോലെ ഒഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും ദീപക്കും നന്ദനയും സഞ്ചരിച്ചിരുന്ന കാർ ഏറെ ദൂരം മുന്നോട്ടെത്തിയിരുന്നു. പിറകിൽ അവളുടെ ജീവൻ രക്ഷിച്ച ആ ഭിക്ഷക്കാരൻ ഓടി വന്നതോ ആക്സിഡന്റ് ആയതോ ഒന്നും തന്നെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചോരയിൽ മുങ്ങി പിടയുമ്പോഴും അയാളുടെ ഒരു കൈ ദീപകിന്റെ കാർ പോയ വഴിയെ ഉയരുന്നുണ്ടായിരുന്നു. ആ കൈ നീട്ടിവെച്ചുകൊണ്ട് തന്നെ പിടച്ചിലോടെ അയാളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടാൻ പെടാപ്പാട് പെടുകയായിരുന്നു. അയാളുടെ തോളിലുണ്ടായിരുന്ന തെറിച്ചുപോയ ബാണ്ടക്കെട്ട് അയാളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ചില്ലറ പൈസകളും ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റും മറ്റു സാധനങ്ങളുമെല്ലാം തന്നെ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ബാണ്ടക്കെട്ട് മാത്രം അയാളുടെ ശരീരത്തിനടുത്ത് ബാക്കിയായപ്പോൾ ഒലിച്ചിറങ്ങുന്ന ചോര ആ ബാണ്ടക്കെട്ടിനെ നനച്ചു. ആ ബാണ്ടക്കെട്ടിൽ അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നന്ദനയുടെ അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ആ ഭിക്ഷക്കാരന്റെ പഴയ ഫോട്ടോ. അതെ, നന്ദനയുടെ അച്ഛനായിരുന്നു ആ ഭിക്ഷക്കാരൻ. പണ്ടെങ്ങോ കടം കയറി നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ ഭാര്യയെയും മോളെയും വിട്ട് നാട് വിട്ടുപോയ മനുഷ്യൻ. ഏറെ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോഴേക്കും ആ മനുഷ്യന്റെ മാനസിക നില തെറ്റിയിട്ടുണ്ടായിരുന്നു. ഭാര്യ മരിച്ചത് അയാൾക്കറിയില്ലായിരുന്നു. ഭാര്യയെയും മോളെയും കണ്ടുപിടിക്കണമെന്ന ആഗ്രഹം മനസ്സിന്റെ കോണിൽ എവിടെയോ ഉണ്ടായിരുന്നു. റോഡിൽ കിടന്നു പിടയുന്ന അയാൾക്കരികിലേക്ക് ആളുകൾ ഓടിക്കൂടിയെങ്കിലും ഭിക്ഷക്കാരനായതുകൊണ്ട് തന്നെ ആരും അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. ആളുകൾ ചുറ്റിലും കൂടി നിന്ന് പലതും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ജീവന്റെ അവസാന ശ്വാസം നിലയ്ക്കാൻ നേരം അവസാനമായി അയാൾ ഒന്ന് വല്ലാതെ പിടഞ്ഞു. അപ്പോഴേക്കും ആ ഫോട്ടോ മുഴുവനും അയാളുടെ രക്തത്തിൽ കുതിർന്നു കഴിഞ്ഞിരുന്നു. അവസാനമായി കണ്ണുകൾ അടയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. നന്ദനയെ കണ്ടപ്പോൾ ചിലപ്പോൾ അവളുടെ അമ്മയുടെ മുഖസാദൃശ്യം ആ മനുഷ്യന് തോന്നിയിരിക്കണം. മനസ്സിന്റെ ഒരു കോണിലെങ്കിലും അയാൾ അയാളുടെ മോളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? അറിയില്ല. എന്നാലും തന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു നൽകിയിട്ടാണ് തന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയാതെ പോയ ആ അച്ഛൻ മരണത്തിലേക്ക് നീങ്ങിയത്. ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് ജീപ്പ് അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ദീപക്കും നന്ദനയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കരികിലായി പോലീസ് ജീപ്പ് സ്പീഡിൽ പാഞ്ഞു. നന്ദന അവരെ കണ്ടെങ്കിലും അവൾക്കറിയില്ലായിരുന്നു തന്റെ അച്ഛന്റെ മൃതദേഹത്തിനരികിലേക്കാണ് അവർ പായുന്നത് എന്ന്. സമയം അല്പം മുൻപോട്ടു പോയി. സനൂപ് കാർ ഒരു പോക്കറ്റ് റോഡിലേക്ക് തിരിച്ചു. ഒരു റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഒരു കുന്നിൻ മുകളിലേക്കാണ് അവന്റെ കാറ് പോയത്. നന്ദന അപ്പോൾ ചുറ്റിലും നോക്കി. ഇവിടെയാണോ സാറിന്റെ വീട്? അവൾ മെല്ലെ ചോദിച്ചു. വീട് ഇവിടെയല്ല, ഞാൻ നിനക്കൊരു റിലാക്സേഷൻ കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ 360 ഡിഗ്രിയിൽ കടൽ വരെ കാണാം. കുന്നിന്റെ മുകളിലേക്കൊന്നും നമുക്ക് കയറണ്ട, അല്പനേരം ഇവിടെ കാറ്റുകൊണ്ടിരിക്കാം. പോകുന്ന വഴിയരികിലുള്ള തണൽ തോന്നിക്കുന്ന ഒരു പാറക്കൂട്ടത്തിനടുത്ത് ദീപക് വണ്ടി നിർത്തി. അവൻ കാറിൽ നിന്നിറങ്ങി നന്ദനക്കരികിലേക്ക് വന്നു. വാ, അവൻ നന്ദനയോട് പറഞ്ഞു. അവൾ കാറിൽ നിന്നിറങ്ങുമ്പോൾ അവൻ കൈകൊടുത്ത് സഹായിച്ചു. അവൾ ഇറങ്ങിക്കഴിഞ്ഞ് ഡോർ അടച്ച ശേഷം അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് പിടിച്ചു.
അരയിൽ അവന്റെ കൈ മുറുകിയപ്പോൾ അവൾ ഒന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ അപ്പോൾ ആ പിടുത്തം ഒന്നുകൂടെ ശക്തിയിലാക്കി. നമുക്ക് ദേ അല്പം അങ്ങോട്ട് മാറിയിരിക്കാം, കുറച്ച് കാറ്റുകൊണ്ടിട്ട് തിരിച്ചു പോകാം. അവൻ പറഞ്ഞപ്പോൾ നന്ദൻ അവനെ നോക്കി ചിരിച്ചു. അവളുടെ മാറിന് താഴെയായി അവന്റെ കൈകൾ മുറുകി. ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ എന്ന പോലെ അവളെ തന്റെ കൈകളാൽ താങ്ങിക്കൊണ്ട് അവൻ പാറക്കൂട്ടത്തിനരികിലേക്ക് നടന്നു. പുലർക്കാലത്തിനോട് സാമീപ്യം തോന്നിക്കുന്ന കോടമഞ്ഞിന്റെ തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ. മഞ്ഞുതുള്ളികൾ വെയ്യുന്ന പോലെ ചെറുതായി പെയ്യുന്ന ഒരു ചാറ്റൽ മഴയും. ആ തണുപ്പിൽ തന്റെ ശരീരം ചെറുതായി വിറയ്ക്കുന്ന പോലെ നന്ദനയ്ക്ക് തോന്നി. അവൾ അപ്പോൾ ഒന്നുകൂടെ അവനോട് ചേർന്നു നിന്നു. ദീപക് അങ്ങ് ദൂരെ മല ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൾ അവന്റെ തോളിലേക്ക് പതിയെ ചാഞ്ഞു. അവളുടെ മാറിന് താഴെയായുള്ള ചേർത്തുപിടുത്തം അവൻ അപ്പോൾ ഒന്നുകൂടെ മുറുക്കി. ഒന്നും സംസാരിക്കാതെ അവർ രണ്ടുപേരും അല്പനേരം അവിടെ നിന്നു. പരസ്പരം ചേർത്തു പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്ത ആശ്വാസം രണ്ടുപേരുടെ മനസ്സിലും തോന്നി. പെട്ടെന്നാണ് ഒരു കുഞ്ഞു മഴത്തുള്ളി അവളുടെ മുഖത്തേക്ക് വീണത്. അവൾ ആകാശത്തേക്ക് നോക്കിയതും പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. മഴ പെയ്തു, നമുക്ക് കാറിലേക്ക് കയറാമല്ലേ? ദീപക് അവളോട് ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. രണ്ടുപേരും പരസ്പരം ചേർത്ത് പിടിച്ച് കാറിനരികിലേക്ക് നടന്നു. കാറിനടുത്തെത്തുമ്പോഴേക്കും അവർ രണ്ടുപേരും ചെറുതായി നനഞ്ഞിരുന്നു. അപ്പോഴേക്കും മഴ ശക്തിയായി പെയ്യാനും തുടങ്ങിയിരുന്നു. രണ്ടുപേരും വേഗത്തിൽ കാറിലേക്ക് കയറിയിരുന്നു. മഴത്തുള്ളികൾ ഇറ്റുവീണ തന്റെ മുഖത്തെ നനവ് കൈകൊണ്ട് തുടച്ചു മാറ്റുമ്പോഴാണ് തന്നെ നോക്കിയിരിക്കുന്ന ദീപകിനെ അവൾ കണ്ടത്. അവൾ അപ്പോൾ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ അവളുടെ അരികിലേക്കൊന്ന് ചേർന്നിരുന്നു. എന്നിട്ട് ആ നനവോടെ തന്നെ അവളുടെ ചുണ്ടിലേക്ക് അവൻ ഒന്ന് ചെറുതായി ചുണ്ടമർത്തി. അവന്റെ പല്ലുകൾ ചെറുതായി അവളുടെ ചുണ്ടിൽ അമർന്നു. തിമിർത്ത് പെയ്യുന്ന ആ മഴയത്ത് അവർ രണ്ടുപേരും പരസ്പരം ഒന്നായി കെട്ടിപ്പുണർന്നു. അതേസമയം അങ്ങ് ദൂരെ ആംബുലൻസിൽ പോലീസുകാർ വാരിക്കൂട്ടിയെടുത്ത ബാണ്ടക്കെട്ടിനരികിലായി ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്കുള്ള യാത്രയിലായിരുന്നു അവൾക്ക് ജന്മം കൊടുത്ത അവളുടെ അച്ഛൻ.